നടന്നാലും നടന്നില്ലെങ്കിലും പ്രശ്നം എന്ന് ഒരു കടങ്കഥ പറഞ്ഞാൽ അത് KPCC പുനഃസംഘടനയെക്കുറിച്ചാണോ എന്ന് അധികം സംശയിക്കാതെ ഉത്തരം പറയാൻ കഴിയുമെന്നൊരവസ്ഥ രാഷ്ട്രീയമായി കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നുണ്ടോ? ഒരു ജംബോ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ലാത്ത പടലപ്പിണക്കങ്ങളും പരിഭവങ്ങളും തുടരുകയാണ്. വിശ്വാസ സംരക്ഷണ ജാഥയിലും പദയാത്രയിലും പങ്കെടുക്കാതെ മാറി നിന്ന കെ മുരളീധരനെ ഇന്ന് പ്രതിപക്ഷ നേതാവ് അനുനയിപ്പിച്ചു. അദ്ദേഹം പങ്കെടുക്കുന്നു എന്നുള്ള തീരുമാനം കൂടി വരികയാണ്. എന്തുകൊണ്ടാണ് ഇത്രമേൽ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന, അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ട ശബരിമല വിഷയം പോലെയുള്ള ഒരു പ്രതിഷേധത്തിൽ പോലും കോൺഗ്രസിന് ഐക്യം പ്രകടമാക്കാൻ കഴിയാതെ പോകുന്നത് എന്നുള്ളത് ഒരു ചോദ്യം. തിരഞ്ഞെടുപ്പ് വർഷമായിട്ടും യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കെട്ടടങ്ങുന്നതിന് മുൻപ് KPCC പുനഃസംഘടനയുമായി വീണ്ടും ഇത്തരം പിണക്കങ്ങളും പ്രശ്നങ്ങളും പാർട്ടിക്ക് പുറത്തും പ്രകടിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ നിന്ന് കോൺഗ്രസിന് മോചനമേയില്ല എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. നമ്മളോടൊപ്പം അതിഥികൾ ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, ശ്രീ എൻ ശ്രീകുമാർ മാധ്യമപ്രവർത്തകൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ സണ്ണിക്കുടി എബ്രഹാം, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോർജ് പൊടിപ്പാറ എന്നിവർ തത്സമയം. ശ്രീ സണ്ണിക്കുടി എബ്രഹാം, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ സണ്ണിക്കുടി എബ്രഹാം, ഇന്നിപ്പോ ദേശാഭിമാനിയിൽ വന്ന ഒരു ലേഖനം, എന്തുകൊണ്ടാണ് ഞാൻ ദേശാഭിമാനി ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് അങ്ങേക്ക് അറിയാമായിരിക്കുമല്ലോ. ക്യാപ്റ്റന് വിശ്വാസം പോയി, ജാഥ ക്യാപ്റ്റൻ പോലും പങ്കെടുക്കുന്നില്ല. ഇത് കോൺഗ്രസിന് വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. എന്താണ് കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ ജാഥയുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ പരിഭവിക്കുകയും അതിനെ അനുനയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിന് അങ്ങോട്ട് ചെന്ന് അനുനയിപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തെ എങ്ങനെയാണ് എതിരിൽ നിൽക്കുന്ന ഇടതുപക്ഷം ഉപയോഗിക്കുന്നത് എന്നതിന് തെളിവാണ് സ്വാഭാവികമായും ദേശാഭിമാനി വാർത്ത. ഇങ്ങനെ പരിഹസിക്കപ്പെടാൻ, ഇങ്ങനെ എതിരാളികൾക്ക് ആയുധം വെച്ചു കൊടുക്കാൻ മാത്രം സംഘടനാശേഷി ഇല്ല കോൺഗ്രസിന് ആവർത്തിച്ച് തെളിയിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? മധു, ഈ ദേശാഭിമാനി ഞാൻ വായിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഉള്ളടക്കം, ഏകദേശ ഉള്ളടക്കം മാധവ് പറഞ്ഞു തരുന്നത് മനസ്സിലായി. അപ്പോൾ ഈ CPM ഈ ആലപ്പുഴ ജില്ലയിലെ G സുധാകരൻ ഒരു ഭാഗത്തും മന്ത്രി സജി ചെറിയാൻ, അതുപോലെ തന്നെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി, അവിടുത്തെ ഒരു MLA മറുഭാഗത്തുമായിട്ട് നടക്കുന്ന ഒരു കൂറ്റൻ അടിയുണ്ടല്ലോ. അതിനെപ്പറ്റി ഇന്ന് ദേശാഭിമാനി വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ദേശാഭിമാനി കണ്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ളതല്ലേ. അത് കോൺഗ്രസ് 1984 മുതൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഞാൻ മാതൃഭൂമിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. 1-2 സന്ദർഭങ്ങൾ ഒഴികെ എല്ലാ പ്രാവശ്യവും ഇതുപോലെ പുനഃസംഘടന നടന്നാൽ ജംബോ കമ്മിറ്റി, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന് കൂടുതൽ കിട്ടി, ഈ ഗ്രൂപ്പിന് കുറവായിപ്പോയി മുതലായ പരിഭവങ്ങളും പരാതികളും കേൾക്കാറുണ്ട്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, മാധു, ഈ കോൺഗ്രസ് പാർട്ടി ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി ഇന്നലത്തെ കോൺഗ്രസ് പാർട്ടി അല്ല. ഞാനൊക്കെ ഈ റിപ്പോർട്ടിംഗ് രംഗത്തേക്ക് വരുന്നതുകൊണ്ടേ A ഗ്രൂപ്പ് ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് I ഗ്രൂപ്പുണ്ട്, ശ്രീ K കരുണാകരനും AK ആൻ്റണിയും. അപ്പോൾ കേരളത്തിലെ ഓരോ സംഘടനാ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സാധാരണഗതിയിൽ എന്താ ചെയ്യുന്നത്? അതിന്മേൽ ദീർഘമായ ചർച്ചകൾ, വളരെ നാടകീയമായ ചർച്ചകൾ, ചിലപ്പോൾ നാണം കെട്ട ചർച്ചകളെന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു, ഡൽഹിയിൽ ചർച്ച ചെയ്യുന്നു, മൂപ്പരാർ ഇങ്ങോട്ട് വരുന്നു, സോളങ്കി അങ്ങോട്ട് പോകുന്നു, ഇങ്ങനെയൊക്കെ എത്രയോ ചർച്ചകൾ നടക്കുന്നു. അതിനുശേഷം പക്ഷേ സംഭവിച്ചിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കരുണാകരനും ആൻ്റണിയും കൂടെ ചേർന്ന് ഒരു സമവായത്തിനൊരു ലിസ്റ്റ് തയ്യാറാക്കി അത് അവതരിപ്പിക്കുന്നു. അത് കേന്ദ്രം ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നു. അത് ആ പുനഃസംഘടനയുടെ ഭാഗമായിട്ട് വരുന്നു. പിന്നീട് പരാതികളൊക്കെ ഉണ്ടാവും. അന്നൊക്കെ അത്തരത്തിലൊരു ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അന്ന് നോക്കുന്നത് A ഗ്രൂപ്പിന് എത്ര കിട്ടി, I ഗ്രൂപ്പിന് എത്ര കിട്ടി, പിന്നെ റിപ്പോർട്ട് അതാ A ഗ്രൂപ്പിന് മേൽക്കൈ, അല്ലെങ്കിൽ I ഗ്രൂപ്പിന് മേൽക്കൈ, അല്ലെങ്കിൽ A ഗ്രൂപ്പ് താഴോട്ട് പോയി, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളായിരുന്നു അന്ന്. ഇന്നത് മാറിയിരിക്കുന്നു. ഇന്നത്തെ സിറ്റുവേഷൻ എന്തുവാ? കോൺഗ്രസ്സിൽ എന്താ നടക്കുന്നത്? കോൺഗ്രസ്സിൽ ഇപ്പം തന്നെ നമ്മൾ നോക്കുക, പണ്ട് നമ്മൾ പറഞ്ഞ ഈ രണ്ട്, ഇപ്പം കരുണാകരനും ആന്റണിയും കഴിഞ്ഞാൽ പിന്നെ ഉമ്മൻചാണ്ടിയും രമേശും വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു കാര്യങ്ങൾ. ഉമ്മൻചാണ്ടിയും കരുണാകരനും വരുന്നപ്പോഴും ഇത് തന്നെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ എത്ര ഗ്രൂപ്പുകൾ, അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എത്ര ഗ്രൂപ്പുണ്ടെന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ KPCC നേതാക്കന്മാരുടെ ബാഹുല്യമാണ്. KPCC പ്രസിഡൻ്റുണ്ട്, അതുപോലെ തന്നെ പിന്നെ പ്രതിപക്ഷ നേതാവുണ്ട്, ഡൽഹിയിലെ KC വേണുഗോപാലുണ്ട്, പുറത്ത് നിൽക്കുന്ന രമേശും മുരളിയുമുണ്ട്. അതുകൂടാതെ ഇപ്പോൾ വളരെ സജീവമായിട്ട് നിൽക്കുന്ന 3 വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം ശ്രദ്ധിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ പിന്നെ പരിഗണിക്കേണ്ട നേതാക്കന്മാരാണ്. അപ്പോൾ ഇവരുടെ കൂടെ നിൽക്കേണ്ട ഇവരുടെ കൂടെ ഒക്കെ നിൽക്കുന്ന ആളുകൾ, ഇവർക്കെല്ലാം അക്കോമഡേഷൻ വേണം. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, ഓരോ നേതാവിൻ്റെയും കഴിവ് അല്ലെങ്കിൽ സ്വാധീനം അളക്കുന്നത്
അവരുടെ കൂടെ നിൽക്കുന്ന എത്ര ആളുകൾക്ക്, ഗ്രൂപ്പല്ല, അവരുടെ കൂടെ നിൽക്കുന്ന എത്ര ആളുകൾക്ക് ജനറൽ സെക്രട്ടറി ആയിട്ട് അക്കോമഡേഷൻ കിട്ടി, അല്ലെങ്കിൽ വൈസ് പ്രസിഡൻ്റായിട്ട് കിട്ടി, ഇനി നാളെ സെക്രട്ടറി പദവികൾ വരുമ്പോൾ എത്ര കിട്ടി, DCC എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. ഈ ഒരു വലിയ വ്യത്യാസമുണ്ട്. പണ്ട് രണ്ടായിട്ട് വിഭജിക്കുന്നു, അതിൽ അസംതൃപ്തിയും തൃപ്തിയും ഉണ്ട്. ഇപ്പോഴങ്ങനല്ല. ഇപ്പം തന്നെ 59 ജനറൽ സെക്രട്ടറിമാരെ നിയമിച്ചിട്ട് പോലും ആളുകൾ സംതൃപ്തരല്ല എന്ന് പറയുമ്പോൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങ് പൂർത്തിയാക്കും. അപ്പോൾ 60 ആവും. അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത്രയും ആളുകൾ വന്നിട്ട് ഇവർ എന്ത് ചെയ്യാനാ? ഈ പാർട്ടിക്ക് വേണ്ടി അവർ എന്ത് സേവനമാണ് നടത്താൻ പോകുന്നത്? ഇതൊക്കെ വളരെ പ്രശ്നങ്ങളായി. വെറും അക്കോമഡേഷൻ മാത്രമാണ്. ഇപ്പോൾ ഇനി എക്സിക്യൂട്ടീവ് വരുന്നു, അല്ലെങ്കിൽ അതിനു മുമ്പായിട്ട് സെക്രട്ടറിമാർ വരുന്നു. ഇതെങ്ങനെയാണ് ഇവരെയൊക്കെ നയിച്ചുകൊണ്ട് പോകുന്നുള്ളൊരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ഇതാണ് ഇപ്പം കേരളത്തിലെ കോൺഗ്രസിലെ ഒരു വല്ലാത്ത ഒരു സാഹചര്യം. നേതാക്കന്മാരുടെ ബാഹുല്യം മൂലം ഒരു തരത്തിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴേ ഒരുപക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം ഈ ഗ്രൂപ്പുള്ളതായിരുന്നു നല്ലത് എന്ന് പറയുന്നത് കണ്ടു. പിന്നെ അങ്ങ് ചോദിച്ചാൽ അത് ചോദിച്ചൊരു ചോദ്യത്തെപ്പറ്റി ഞാൻ പറയണമല്ലോ. ദേശാഭിമാനി പോലൊരു പത്രം, അല്ലെങ്കിൽ എതിർഭാഗത്ത് നിൽക്കുന്ന CPM, അവരിപ്പോൾ വളരെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. അതായത് ഒരു വിശ്വാസ സംഗമം നടത്തി, അതങ്ങ് ചീറ്റിപ്പോയി. അതിൻ്റെ പിന്നാലെ ദാ കിടക്കുന്നു ഇവിടെ നമ്മുടെ ശബരിമലയിലെ വലിയ സ്വർണ്ണ കൊള്ള വരുന്നു. അതുകൂടാഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൻ സമൻസ് വരുന്നു. അതെതിരെ പോയി എന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ, തിളച്ചു മറിഞ്ഞ് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM-നെ പോലൊരു പാർട്ടി, അവരുടെ ഒരു ദേശാഭിമാനി പോലെ വളരെ കെട്ടുറപ്പുള്ളൊരു പത്രം, അവരുടെ ഒരു വിഷയം കിട്ടിയാൽ അവൾ പരിഹസിക്കും, അത് വിമർശിക്കും, അത് അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ ദേശാഭിമാനി എന്തുകൊണ്ടാണ് G സുധാകരനും AK ബാലനും ഒക്കെ ഉൾപ്പെട്ട ഒരു വിഷയം വാർത്ത ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ G സുധാകരനും AK ബാലനും എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെയാണ്. പക്ഷെ അവരുടെ സംഘടനാ സംവിധാനത്തെ നിരന്തരം ചലിപ്പിക്കാൻ പോകുന്ന ആ നേതൃപദവികളിൽ ഇരിക്കുന്ന ആളുകളല്ല. പക്ഷെ ഇവിടെ പിന്നെ മാത്രമല്ല, CPM 2 തവണ ഭരിച്ച മൂന്നാമതൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന CPM-നെയും 2 തവണ പരാജയപ്പെട്ട് മൂന്നാമതൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന കോൺഗ്രസിനെയും തമ്മിൽ നമുക്ക് ഈ സംഘടനാശേഷിയുടെ കാര്യത്തിൽ താരതമ്യം ചെയ്യേണ്ടതുണ്ടോ എന്നതും ഒരു സംശയമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഉൾപ്പെടുന്ന നേതാക്കൾ, അങ്ങ് പറഞ്ഞതുപോലെ 59 പേർ, ഇനി 60 ആകാൻ പോകുന്നു. ഇവരെന്തു ചെയ്യും? ഇവരാണ് ചെയ്യേണ്ടത് എന്ന ബോധ്യം അവർക്കില്ലാതെ പോയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ അങ്ങിലേക്ക് വരാം. N ശ്രീകുമാർ, പുനഃസംഘട്ടനം എന്ന് പറയുന്നത് KPCC പുനഃസംഘടനയെക്കുറിച്ചൊരു ക്ലീശ പ്രയോഗമായി മാറിയിരിക്കുകയാണ്. പക്ഷേ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ജാഥ ക്യാപ്റ്റന് വിശ്വാസമില്ല. ഏതിനെക്കുറിച്ചാണ്? ശബരിമലയിലെ വിശ്വാസ സംരക്ഷണ ജാഥ. അത് ശരി, വിശ്വാസികളെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് രാഷ്ട്രീയ ലക്ഷ്യമില്ലാതെ നടത്തുന്നതാണ് എന്നൊക്കെ പറയാമെങ്കിലും അതൊരു രാഷ്ട്രീയ പാർട്ടി അവരുടെ മുഴുവൻ സംവിധാനവും ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പറയുകയാണ്, CPM അവിടെ സംഗമം നടത്തി പൊളിഞ്ഞുപോയി. CPM പരിഹസിക്കുകയാണ്, നിങ്ങൾ അപ്പാടെ പൊളിഞ്ഞുപോയി, നിങ്ങളുടെ ക്യാപ്റ്റന് വിശ്വാസമില്ല എന്ന്. ആ നിലയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആവർത്തനങ്ങൾ ഉണ്ടാകുന്നത്? നോക്കൂ ശ്രീമതി മാധു, കോൺഗ്രസ്സിലെ സംഘടനാപരമായ പ്രശ്നങ്ങൾ ഈ ചാനൽ ആക്ടിവിസ കാലത്ത് നന്നായി ചർച്ച ചെയ്യും. ഒരു കുഴപ്പമില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് UDF നടത്തി, അത് വിജയിച്ച് ആ സീറ്റ് CPM-ൽ നിന്ന് പിടിച്ചെടുത്തു. ഈ സംഘട്ടനം നടന്ന പാർട്ടി തന്നെയാണ് ആ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിന് മുമ്പ് തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാടൊന്നും ഞാൻ പറയുന്നില്ല, വയനാടൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ നിലമ്പൂർ പറയാൻ കാരണം ഇടതുമുന്നണി പിടിച്ചെടുത്തുകൊണ്ടാണ്. അപ്പോൾ കോൺഗ്രസ്സിൽ ഈ ഭാരവാഹികളുടെ ഒരു പ്രശ്നം വരുമ്പം കോൺഗ്രസ്സിൽ മാത്രമല്ല CPM-ലും പ്രശ്നങ്ങളുണ്ട്, CPI-ലും പ്രശ്നങ്ങളുണ്ട്, BJP-യിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കോൺഗ്രസ്സിനോടാണ് മാധ്യമങ്ങൾക്ക് കൂടുതൽ താല്പര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ നയിക്കുന്ന മുഖ്യ പാർട്ടി. അതുകൊണ്ട് കോൺഗ്രസ്സിലെ പ്രശ്നങ്ങൾക്ക് ഒരു പർവ്വതീകരണം കൊടുക്കാനായിട്ട് മാധ്യമങ്ങൾ ശ്രമിക്കും. പ്രത്യേകിച്ച് ചാനലുകൾ, പത്രങ്ങളല്ല ചാനലുകൾ ശ്രമിക്കും. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അപ്പോഴും നോക്കൂ, KPCC സംവിധാനം ചെയ്യുന്ന ആവിഷ്കരിക്കുന്ന പദ്ധതികൾ, പരിപാടികൾ, UDF ആവിഷ്കരിക്കുന്ന പരിപാടികളെല്ലാം ഭംഗിയായിട്ട് വിജയിക്കുന്നു. ഇന്നത്തെ തന്നെ നമ്മുടെ പത്തനംതിട്ടയിൽ പന്തളത്ത് നടക്കുന്ന UDF സംഗമം, KPCC സംഗമം അല്ലാതെ കോൺഗ്രസ് സംഗമമല്ല, UDF സംഗമം. ആ UDF സംഗമത്തിലേക്കുള്ള 4 മേഖലാ ജാഥകൾ ഇന്നലെ ചെങ്ങന്നൂരിൽ സമാപിച്ചു. ഇന്നത് കുളനടയിലേക്ക് അത് ജാഥയായിട്ടെത്തി. ഇന്നിപ്പോൾ സമാപന സമ്മേളനം നടക്കുകയാണ്.
അപ്പോൾ ജാഥ ക്യാപ്റ്റന് വിശ്വാസമില്ല എന്ന് മാധു പറഞ്ഞു കേട്ടു. അത് പേര് പറയാത്തതുകൊണ്ട് എനിക്കത് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പേര് പറഞ്ഞാൽ ഞാൻ ആ കാര്യം വിശദീകരിക്കാം. പേര് പറയാത്തതുകൊണ്ട് ഇപ്പോൾ ജാഥ ക്യാപ്റ്റൻ പറയുമ്പോൾ 4 ജാഥ ക്യാപ്റ്റന്മാരുണ്ട്. പിണങ്ങിപ്പോക്കും തിരിച്ചും ശ്രമങ്ങളും ഒക്കെ വെച്ച ദേശാഭിമാനിയിൽ വന്ന വാർത്തയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കെ മുരളീധരൻ അതിൽ വിശ്വാസമില്ല എന്നുള്ള ആരോപണം CPM-നെ കുറിച്ച് CPM-നെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. നോക്കൂ ശ്രീമതി മാധു, ഇന്നലെ വൈകിട്ടാണ് ഈ KPCC-യുടെ 4 മേഖലാ ജാഥകൾ സമാപിച്ചത്. അതിലൊന്നാണ് കാസർഗോഡ് നിന്നും കെ മുരളീധരൻ നയിച്ചത്. മുരളീധരൻ ഇന്നലെ ജാഥ നയിച്ച് KPCC ജാഥകൾ ഇന്നലെ സമാപിച്ചു കഴിഞ്ഞു. ഇന്ന് UDF-ന്റെ ജാഥയാണ് ഇന്ന്. ആ ജാഥ സമാപിച്ച അദ്ദേഹം എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂരിൽ പോകുന്ന അദ്ദേഹം നേരെ ഗുരുവായൂർക്ക് പോയി. ഗുരുവായൂരെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് രാവിലെ കടുത്ത പനിയും ജലദോഷവും ഉണ്ടായി. അദ്ദേഹം എന്തെന്ന് വെച്ചാൽ ഇനി പന്തളത്തേക്ക് പോകണ്ട എന്ന് ധരിച്ച് ഗുരുവായൂരിൽ വിശ്രമിച്ചു. അപ്പോൾ ഏതോ ഒരു സുഹൃത്ത് അദ്ദേഹം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ചില മാധ്യമങ്ങളെ വിളിച്ച് തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് മുരളീധരനോട് അടുപ്പമുള്ളവർ എന്നോട് പറഞ്ഞത്. അത് ഞാൻ ആ വിശദീകരണം കൊടുക്കുന്നില്ല, കാരണം അത് പാർട്ടിയുമായി ബന്ധമുള്ളതാണ്. അപ്പോൾ ചില ചാനലുകൾ എന്ത് ചെയ്തു, മുരളീധരൻ പന്തളത്ത് പോകുന്നില്ലെന്നുള്ള പ്രസ്താവന അവർ ബ്രേക്ക് ചെയ്തു. ഇങ്ങനെ വന്നപ്പോൾ മുരളീധരന് രക്ഷയില്ലാണ്ടായി. അദ്ദേഹം ആ അസുഖം വകവയ്ക്കാതെ അദ്ദേഹം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അദ്ദേഹം പന്തളത്തേക്കും പോയി. നോക്കൂ, ഇവിടെ ഒരു നേതാവിന് വിശ്രമിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് യാത്ര നടത്തുകയും ബാത്റൂമിൽ പോവുകയും ചെയ്യുന്നതിന്റെ ഒക്കെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പല കാലങ്ങളിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അവർ പറഞ്ഞു തന്നെയാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഒരാളും പറഞ്ഞിട്ടില്ല. അത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ KPCC പുനഃസംഘടനയെക്കുറിച്ച് പരസ്യമായ അഭിപ്രായം പറഞ്ഞോ? ഞങ്ങളത് അംഗീകരിക്കില്ല എന്ന്. അവരുടെ പരിഭവം പറഞ്ഞ 2 പേരുണ്ട്, അവരെ ഞാൻ മാറ്റി നിർത്തുകയാണ്. ചാണ്ടിയോമനും അബിൻ വർക്കിയും അവരുടെ പരിഭവങ്ങൾ പറഞ്ഞു എന്നുള്ളത്. അതും നിങ്ങളാ ബൈറ്റ് ശരിക്കും കാണിക്കുകയാണെങ്കിൽ അതും വ്യത്യാസമില്ല. പക്ഷേ ഞാനത് തർക്കിക്കാനൊന്നും വരുന്നില്ല. ചാനലുകളുടെ ആ ഒരു സ്വാതന്ത്ര്യത്തൊന്നും ഞാനത് ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഏത് കോൺഗ്രസ് നേതാവാണ് ഈ KPCC പുനഃസംഘടനയെ ഞങ്ങളെ അവഗണിച്ചു എന്ന് പറഞ്ഞ് പരസ്യമായ രംഗത്ത് വന്നത്? നിങ്ങൾ മുരളീധരന്റെ പേര് പറയുന്നല്ലോ, മുരളീധരൻ എവിടെ പറഞ്ഞു പറയുന്നത്? ഇനി മാറ്റം ഉണ്ടാവില്ലേ? 60 ആവില്ലേ? 60 65 ആകും. എന്താ കാരണം? നേരത്തെ പോലെ ഈ കോൺഗ്രസിലെ നേതൃബാഹുല്യം എന്ന് പറഞ്ഞല്ലോ. അത് ചോദിക്കും, നല്ല ചോദ്യമാണ്. എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ KPCC-ക്ക് ആദ്യം തൊട്ടിങ്ങനെ എണ്ണുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രസിഡന്റ്, 2 വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. ഇപ്പോൾ ജംബോ കമ്മിറ്റി ആദ്യം വന്ന VM സുധീരൻ്റെ കാലത്താണ്. എത്ര വർഷം മുമ്പാണ് സുധീരൻ പ്രസിഡന്റായത്? 10 വർഷം 11 വർഷം മുമ്പ്. അന്നാണ് ജംബോ കമ്മിറ്റി ഉണ്ടായത്, ഇന്നല്ല. അന്നത്തെ ജംബോ കമ്മിറ്റിയും മാധ്യമങ്ങൾ പരിഹസിച്ചു. അതിനുശേഷം ജംബോ കമ്മിറ്റി ഇല്ലാതായി. സാധാരണ കമ്മിറ്റി 23 പേരുടെ കമ്മിറ്റി വന്നു. ഇപ്പോൾ വീണ്ടും ജംബോ കമ്മിറ്റി വന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ അടിത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് കൂടുതലായിട്ട് പ്രവർത്തിക്കാനായിട്ട് നേതാക്കളുടെ ഒരു സഹായം ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ 58 പോരാ 68 പോരാ. കാരണം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ 79 പേരുണ്ടല്ലോ. ഈ 79 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്ന് വെച്ചാൽ ഏതാണ്ട് അവരുടെ പാർട്ടിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു KPCC-യുടെ സാധാരണ സെക്രട്ടറിക്കൊക്കെ തുല്യമായിട്ടൊക്കെ അവർ പറയാറുണ്ട്. അവരുടെ ഏരിയ സെക്രട്ടറിയും വലിയ പോസ്റ്റാണല്ലോ. അപ്പോൾ അവർക്ക് അത്രേ ആവാം, കോൺഗ്രസിന് ഇത്ര ആവില്ല എന്ന് കോൺഗ്രസ് പറയാൻ കാരണം ആ താരതമ്യം ഞാൻ അംഗീകരിക്കുന്നില്ല കേട്ടോ, അത് വേറെ വിഷയം. പക്ഷേ എല്ലാ പാർട്ടികളും അവരുടെ സംവിധാനം ഉണ്ടാക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്താം, ഒരു കാര്യം പറഞ്ഞ് നിർത്താലേ പൂർണ്ണമാവുള്ളൂ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും CPI-യും അവരെന്തുകൊണ്ടാണ് ഇടക്കാലത്ത് CPM എന്തുകൊണ്ടാണ് ഇടക്കാലത്ത് പോളിറ്റ് ബ്യൂറോയ്ക്കും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കും കേന്ദ്ര കമ്മിറ്റി സംവിധാനത്തിന് പുറമെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കിയത്? കുറേ അക്കോമഡേഷന് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് CPI ഇപ്പം തന്നെ മാധുവിൻ്റെ ഇരിക്കുന്ന തിരുവനന്തപുരത്തുള്ള MN ഗോവിന്ദൻ നായർ സ്മാരക മന്ദിരത്തിൽ CPIക്ക് ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട്, ഇപ്പോൾ ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ട്. അവർക്കിതില്ല. സംസ്ഥാന കൗൺസിലും സംസ്ഥാന എക്സിക്യൂട്ടീവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർക്കൊരു സെക്രട്ടേറിയറ്റ് ഉണ്ട്. എന്തിനാണത്? അപ്പോൾ പാർട്ടികൾ അവരുടേതായ രീതിയിൽ സംവിധാനം ഉണ്ടാക്കുമ്പോൾ പരിഭവം ഒക്കെ വരും. പക്ഷേ ഒരു കാര്യം അത് പറയൂ, ഒരു നേതാവ് പരസ്യമായിട്ട് പ്രതികരിച്ചിട്ടില്ല. ഒരിടത്തും ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ തെരുവിലിറങ്ങിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടതാണല്ലോ. CPM-ന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ ഉള്ളൂ ഓർമ്മിക്കാൻ വേണ്ടി. CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമാപിച്ച ശേഷം ആ സമാപന സമ്മേളനത്തിൻ്റെ കൊടിയിറങ്ങുന്നതിന് മുമ്പ് അവിടെ പരിഭവം പറഞ്ഞ് രംഗത്ത് വന്ന ആരാ? CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന പത്മകുമാറല്ലേ? ഇപ്പോൾ കൊച്ചി തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായ മുൻ MLA.
അതും നമ്മൾ കണ്ടു. അപ്പൊ ആ പാർട്ടിയിൽ എന്താ പ്രശ്നം? അതിന് ഞാൻ നേരത്തെ ഒരു മറുപടി പറഞ്ഞു. എ പത്മകുമാറോ എ കെ ബാലനോ ജി സുധാകരനോ ഒന്നുമല്ല അവിടുത്തെ ആ ചക്രം തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഇവിടെ ഉൾപ്പെട്ടിരിക്കുന്ന ഈ പറയുന്ന വിവാദങ്ങളിലൊക്കെ എടുത്തു പറയപ്പെടുന്ന പേരുകൾ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ കുറിച്ചുള്ള കാര്യമാണ്. അക്കോമഡേഷൻ എന്ന വാക്ക് ഈ ചർച്ചയിൽ തന്നെ ഇത് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി എത്ര തവണ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ജംബോ എന്ന വാക്ക് അങ്ങ് വളരെ ആധികാരികമായി പറയുമ്പോൾ എനിക്കതിൽ കൗതുകവും ഉണ്ടായിരുന്നു ശ്രീ എൻ ശ്രീകുമാർ. പിന്നെ 59 എന്ന് പറഞ്ഞ് പൂർത്തീകരിച്ചൊരു പട്ടിക ചിലപ്പോൾ 60 ആകും, 61 ആകും, ചിലപ്പോൾ ഇനി വേറെ ആരെങ്കിലും പരിഭവം പറഞ്ഞാൽ 62 63 ആകും എന്ന് അങ്ങനെ അങ്ങ് പോകുക എന്ന് പറയുന്നത് ഒരു ഉറപ്പില്ലായ്ക എന്നുള്ളത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ അതിലൊരു തീരുമാനം എന്ന് പറയുന്നത്. ഒറ്റ വാക്ക് ഒറ്റ തീരുമാനം എന്ന ഒരു കാര്യമില്ല എന്നുള്ളതിന്റെ തുറന്ന് സമ്മതിക്കാണല്ലോ എന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. ശബരിമല വിഷയം പോലൊരു വലിയ പ്രതിഷേധം ആ നിലയ്ക്ക് കോൺഗ്രസ് സംഘടിപ്പിക്കുമ്പോഴാണ് ഈ പ്രതിഷേധം എന്നുള്ളത് കൊണ്ട്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോ ഇവർ CPM നയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പറഞ്ഞിട്ടില്ല കേട്ടോ മാധു. ഒരു മിനിറ്റ് പരിഭവം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് സംഘടനാപരമായ താല്പര്യം. പരിഭവം എന്നല്ല പറഞ്ഞേട്ടോ. അതുകൊണ്ട് ഈ പുനഃസംഘടന എന്തിനായിരുന്നു എനിക്കറിയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ പുനഃസംഘടന എന്തിനായിരുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം അസ്ഥിരമായ ഒരു രൂപവും ഒരു പട്ടികയും ഇനി നാളെ കുറച്ചു പേർ വരാം, ചിലപ്പോൾ കുറച്ചു പേർ പോകാം എന്ന നിലയ്ക്കാണെങ്കിൽ ഇത് പുനഃസംഘടിപ്പിക്കേണ്ടതില്ലായിരുന്നല്ലോ. ഇപ്പൊ തന്നെ നേതാക്കൾ അങ്ങ് പറഞ്ഞതുപോലെ നേതാക്കളുടെ ധാരാളിത്തം ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനത് ചോദിച്ചു എന്നേ ഉള്ളൂ. ശ്രീ റെജി ലൂക്കോസ്, ഇവർ CPM നയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് CPM ഒരു വലിയ പോസ്റ്റർ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ അടക്കം ഉള്ള പോസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ചോദ്യങ്ങൾക്ക് മറുപടിയായി പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു കോൺഗ്രസ് ഹാൻഡിലുകൾ. അതായത് ആരും മോശമില്ല. എ പത്മകുമാറിന്റെ കാര്യം പറയുന്നു, സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്താതിന്റെ പേരിൽ പരസ്യമായി പൊട്ടിത്തെറിച്ചതാണ്. ഇവിടെ ഏതെങ്കിലും നേതാക്കൾ കോൺഗ്രസിന്റെ പരസ്യ പ്രകടനമായി പുറത്തു വരികയോ തെരുവിലേക്ക് വരികയോ ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് കോൺഗ്രസിനെ പോലെ ജനാധിപത്യമുള്ള, ആന്തരിക ജനാധിപത്യമുള്ള, ആഭ്യന്തര ജനാധിപത്യമുള്ള ഒരു പാർട്ടി അതിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഇത്രയേറെ പരിഹാസം എന്നുള്ളതാണ്. അല്ലാതെ അതിനൊറ്റ മറുപടി ഉള്ളൂ. ഒരു ജാഥ നയിക്കുമ്പോൾ ജാഥ ക്യാപ്റ്റൻ ആ ജാഥയെ ഉപേക്ഷിച്ചു പോയ എനിക്കൊന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഏറ്റവും ആദ്യത്തെ അനുഭവം അതായിരിക്കും. എന്തൊരു ഗതികേടാണത്. ഈ മുരളീധരൻ എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് ആ ജാഥ ചെങ്ങന്നൂരിൽ നിന്ന് നയിച്ച് അദ്ദേഹം പന്തളത്തെത്തേണ്ടതായിരുന്നു. അദ്ദേഹം വന്നില്ല. ഇപ്പൊ ശ്രീകുമാർ സാറ്, പ്രിയപ്പെട്ട ശ്രീകുമാർ സാർ എന്നാ പറയുന്നത് അദ്ദേഹത്തിന് ജലദോഷമാണെന്ന്. ജലദോഷമല്ല, ഇനി എന്ത് ദോഷമാണെങ്കിലും അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ടത് എപ്പോഴാണ്? 2 മണിക്ക് നിർമ്മാല്യം തൊഴാനായിട്ടാണ് ബഹുമാനപ്പെട്ട കേവലം ഗുരുവായൂർ പോയത്. 2 മണിക്കാണ് പുറപ്പെട്ടത്. സാറിന് ആലോചിച്ച് നോക്കണം. ഇനി മറ്റൊരു കാര്യം, ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പൊ വന്നിരിക്കുന്ന ഗതികേടെന്താ? അകാലത്തിൽ വാർദ്ധക്യം എത്തിയതുപോലെയാണ്. അതിന് കാരണം, ആ വാക്ക് ഉപയോഗിക്കാൻ കാരണമുണ്ട്. പ്രോമിസിംഗ് ആയിട്ടുള്ള കോൺഗ്രസിന്റെ യുവാക്കളെ, 2 പ്രധാനപ്പെട്ട നേതാക്കന്മാരെ, ജനകീയ അടുത്തുള്ള 2 പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഇവർ അടിയെ വെട്ടി. ഒരാളെ എക്സ്പോർട്ട് ചെയ്തു ഡൽഹിയിലേക്ക്. ആയുഷ്കാലത്തേക്ക് ആ ചെറുപ്പക്കാരനെ തകർത്തു. അദ്ദേഹത്തിന് ഏറ്റവും ഗ്രൂമിംഗ് ഏജ് ടൈമായിരുന്നു ആ പാർട്ടിക്ക്. ആരാ? അബിൻ വർക്കി പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തി, ഞാൻ ക്രിസ്ത്യാനി ആയതാണോ എന്റെ അയോഗ്യത എന്ന് പറഞ്ഞു. ശ്രീമാർ സാർ കേട്ടില്ലേ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെ പറഞ്ഞു. ഞാൻ ക്രിസ്ത്യാനി ആയതാണ് എന്റെ പ്രശ്നമെന്ന് ചോദിച്ചില്ല. അത് സംഘടന ഉത്തരം പറയട്ടെ എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അതെ, അതിന്റെ അർത്ഥം എന്താ? ചോദ്യത്തിന്റെ മറുപടിയായി പറഞ്ഞതാണ്. ഈ ഇത്തരത്തിൽ സാമുദായിക സമവാക്യം, ഞാൻ പറയാം, സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കപ്പെട്ടതുകൊണ്ടാണോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞതാണ്, ഞങ്ങൾ വിളിച്ചു നടന്ന മുദ്രാവാക്യം ഞങ്ങളില്ല ഹൈന്ദവ രക്തം, ഞങ്ങളില്ല ക്രിസ്തീയ രക്തം തുടങ്ങിയ മുദ്രാവാക്യം വിളിച്ചു വളർന്ന ഒരു സംഘടനയാണിത്. ആ സംഘടനയിൽ ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എന്ന പ്രശ്നം നിങ്ങൾ ചോദിക്കുന്നുണ്ട് എങ്കിൽ അത് സംഘടന പറയട്ടെ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടാവില്ലല്ലോ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതിലൊന്നും തർക്കമില്ലാത്ത കാര്യമാണ്. ഞങ്ങളില്ല ജാതി രക്തമൊക്കെ അദ്ദേഹം പറഞ്ഞത് ഇതിന് ശേഷമാണ് പറഞ്ഞത്. ഞാൻ ഓണയറിൽ നിൽക്കുമ്പോൾ അങ്ങനെ പറയണ്ട, നമ്മളങ്ങനെ ക്ഷമിക്കണം, ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ലാത്തതാണ്. നമ്മളങ്ങനെ പറഞ്ഞു പോകണ്ട. ഞാൻ ഓണയറിൽ നിൽക്കുമ്പോൾ ഞാൻ കേട്ട പ്രതികരണമാണ് അത്. അതുകൊണ്ട് തന്നെ അതിന്റെ തുടർച്ച ഇങ്ങനെയാണ്. ആ മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങനെയാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വളർന്നതും പ്രവർത്തിക്കുന്നതും. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിന് ഇടമില്ല. ആ വാക്കുകളല്ല, എന്നിരുന്നാൽ പോലും അതാണ് അതിന്റെ തുടർച്ച. അത് പ്രസ്ഥാനമാണ് പറയേണ്ടത് എന്നാണ് പറഞ്ഞത്. അതിൽ തർക്കമില്ല. പറഞ്ഞോളൂ. അല്ല, തർക്കിക്കണ്ട. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ നിങ്ങളത് ഞങ്ങളുടെ പാർട്ടി, എന്റെ പാർട്ടി നേതൃത്വത്തോട് ചോദിക്കുമെന്ന് പറഞ്ഞു. എന്തിനാ അദ്ദേഹത്തിന് വിഷമമുണ്ട്? പിന്നെ സംഘടനാ അടിത്തറയുള്ള മിടുക്കരായ പ്രോമിസിംഗ് ആയ നേതാവ് എന്നൊക്കെ അങ്ങേക്ക് എന്നാണ് അബിൻ വർക്കിയെ കുറിച്ച് തോന്നിയത്? അത് അവിടെ ഒരു പരിഭവമുണ്ട് എന്നുള്ളത് വരുത്തി തീർക്കേണ്ടി വരുന്ന രാഷ്ട്രീയ ഉദ്ദേശമുള്ളത് കൊണ്ടാണോ? അല്ല, മാധു ആദ്യം മനസ്സിലാക്കേണ്ടത്, എനിക്കൊന്ന് സംസാരിക്കാൻ അവസരം തരാം. മാധു ഏത് രീതിയിലുള്ള അജണ്ടകൾ ക്രിയേറ്റ് ചെയ്ത് ചോദിച്ചാലും
പൊതുസമൂഹം കേട്ടതിന് മറുപടി പറയാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം പിന്നെയും പരിഭവം പറഞ്ഞു, തന്നെ ഡൽഹിയിലേക്ക് അയച്ചത് പുനഃപരിശോധിക്കണം, തനിക്ക് കേരളത്തിലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് വെട്ടി നിർത്തുക എന്നുള്ളത്. അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് വന്ന ആളാരാ? OJ അല്ലെ വന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആരാ? ഇദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 1,70,70,000 വോട്ട് നേടി. ഇപ്പോൾ പ്രസിഡന്റ് ആയിട്ട് വന്നിരിക്കുന്ന ആള് വേണുഗോപാലിന്റെ ആള് 17,000 വോട്ട് മാത്രമേ മേടിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ പാർട്ടിക്കുള്ളിൽ ഒരു ജനകീയം തന്നെ. എനിക്ക് ആ മനുഷ്യന്റെ ജനകീയത്തെ സംശയിക്കേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെ ഒരു ചെറുപ്പക്കാരെ വെട്ടി നിർത്തി കേരള പ്രദേശ് വേണുഗോപാൽ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ മറ്റൊരാള് അതിശക്തമായ പരിഭവമായിട്ട് ഇന്നലെ രാവിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു. കേരളം കണ്ട ഏറ്റവും ജനകീയനായ കോൺഗ്രസ് നേതാക്കളിൽ ഒന്നാമനായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ചാണ്ടി ഉമ്മൻ, അദ്ദേഹം എന്താ പറഞ്ഞേ? തന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം തന്നെ ഒഴിവാക്കി പദവിയിൽ നിന്നും. അത് ഞാൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ അത് മുഴുവൻ കാര്യങ്ങൾ പറയുന്നു പറഞ്ഞു. ഇതിനപ്പുറം എന്താണ് മാധു പ്രതികരിക്കേണ്ടത്? ആ ചെറുപ്പക്കാരെ രണ്ടുപേര് ഇന്ന് ഓർത്തഡോക്സ് സഭയിലെ കോട്ടയം ഭദ്രാസന അധിപൻ ഇന്ന് പറഞ്ഞ എന്താ? തങ്ങളുടെ സഭയിൽപ്പെട്ട 2 ചെറുപ്പക്കാരെ അദ്ദേഹം ഉപയോഗിച്ചു പ്രോമിസിംഗ് ആയിട്ടുള്ള നേതാക്കന്മാരാന്നുള്ള യുവാക്കള് ഒഴിവാക്കിയതിന് നിങ്ങൾ പകരം പറയേണ്ട വരുമെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? അതിന് ഞങ്ങൾ അത് റെയിൽ കോഴ്സിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണോ? അത് കൂടാണ്ട് പിന്നെ അദ്ദേഹം നീട്ടി അതിനെ കുറിച്ച് പറഞ്ഞു. ചാണ്ടി ഉമ്മനെ ആ പരിപാടി ഗസ്റ്റ് ആയിരുന്നു. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇതൊക്കെ CPM ദേശാഭിമാനെ എഴുതി കൂട്ടിയ നുണകളാണോ? നിങ്ങൾ പറയൂ. 58, 68, 108 അംഗങ്ങളെ അവർ ചേർക്കേണ്ടത് ആ പാർട്ടിയുടെ പ്രത്യേകത. അത് നമ്മൾ ഒരു കുറ്റവും പറയുന്നില്ല. പക്ഷെ K മുരളീധരൻ എന്തുകൊണ്ടാണ് ആ ജാഥ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറി നിന്നത്? പന്തളത്തൊരു കസേര അദ്ദേഹത്തിന് പേര് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബഹിഷ്കരണം പൂർത്തിയായി കഴിഞ്ഞു. ഇനി അദ്ദേഹം ആ വേദിയിൽ വന്നിട്ട് കാര്യമില്ല. അദ്ദേഹം നയിക്കേണ്ട ആളാ. എന്താ പൂർത്തീകരിക്കാൻ, എന്താ അദ്ദേഹം ഒഴിവാക്കാൻ കാരണം? നിങ്ങൾ 2 കാര്യം ഞാനങ്ങ് പറയാം. K മുരളീധരൻ കാസർഗോഡ് നിങ്ങൾ പറഞ്ഞ ജാഥ നയിച്ചെന്ന് പറഞ്ഞല്ലോ, ആളില്ലായിരുന്നു. ഇനി അതിന് തർക്കിച്ചേക്കരുത്. പത്തനംതിട്ട ഇവര് വിശ്വാസ സംരക്ഷണ പ്രതിഷ്ഠാ മീറ്റിംഗ് കൂടി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആളില്ലായിരുന്നു കസേരയിൽ. അതെന്താ അതിന്റെ കാരണം? അതുപോലെ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഈ അടുത്ത കാലത്ത് RSS നിന്നും BJP നിന്നും വന്നു. മുസ്ലിംസിനെയും കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധി ഇതുപോലെ ആക്ഷേപിച്ച ഒരാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകത്തില്ല. ആ ചെറുപ്പക്കാരൻ പോയി ജയിലിൽ കിടന്നു 10-12 ദിവസം. എന്നിട്ട് ഇറങ്ങി വന്നപ്പോൾ അറിയപ്പെടുന്ന ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ പോലും ഇല്ല സ്വീകരിക്കാൻ. കോൺഗ്രസ്സുകാരനെ പോട്ടെ. ഇങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് ദേശാഭിമാനി ലേഖനം എഴുതിയത് ശരിയായില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭീഷണി എഴുതിയ പല ലേഖനത്തിനും ഞാൻ അങ്ങോട്ട് അയച്ചിടാം. ശ്രീമാൻ സാർ മറുപടി പറയട്ടെ. ഞങ്ങൾക്ക് ഇവരുടെ പാർട്ടിയിൽ എത്ര പേരുണ്ടെങ്കിലും ഒരു വിഷയമില്ല, ഒരു സംശയമില്ല. കാര്യം സണ്ണിക്ക് സൂട്ടി സാർ തന്നെ പറഞ്ഞു ജംബോ കമ്മിറ്റികളായിട്ട് വരുന്നു. ഈ ജംബോ കമ്മിറ്റി എന്നുള്ള വാക്ക് ആദ്യം ഉപയോഗിച്ചാരെന്നറിയാം അടുത്ത കാലത്ത്. അത് ഈ സാക്ഷാൽ മുരളീധരനാ PM സുധീരന്റെ കാലത്ത് ഈ കാര്യങ്ങളുമായിട്ട് ഇതുപോലെ 100 ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തപ്പോൾ അത് സാക്ഷാൽ K മുരളീധരനാ. അദ്ദേഹം സരസമായിട്ട് അതിനെക്കുറിച്ച് പ്രതികരിച്ചത്. അദ്ദേഹം ജനകീയ അടുത്തിലുള്ള ഒരു നേതാവാ. പിന്നെ രണ്ടാമത് അദ്ദേഹം ബഹിഷ്കരിക്കാനുള്ള കാരണം എന്താ? ഈ ജാഥയുടെ പ്രസക്തി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളതാ. കാരണം അതേ ഒരു ജാഥ നയിച്ചപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ ബോധ്യപ്പെടാതിരിക്കുകയാണെങ്കിൽ ആ ജാഥ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കാതിരുന്നാൽ മതിയല്ലോ. അതിനുശേഷം ഈ KPCC പുനഃസംഘടനയൊക്കെ വന്നപ്പോഴാണ് അതൊക്കെ വാർത്തയായത്. ശരി, ഞാൻ അങ്ങിലേക്ക് വരും. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇപ്പോ 2 കാര്യങ്ങളാണ്. ഒന്ന്, ശ്രീ റെജി ലൂക്കോസ് ഉപയോഗിച്ചൊരു വാക്ക്, അത് കേരള പ്രദേശ് വേണുഗോപാൽ കമ്മിറ്റി എന്നുള്ളതാണ്. AI ഗ്രൂപ്പുകൾ വളരെ സജീവമായിരുന്ന കാലത്ത് നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിന്റെ ഫോർമുല ഉണ്ടാകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ നേതാക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൽ പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിപ്പോ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വളരെ പ്രകടമാണ്. അതിനു മുമ്പ് സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും വളരെ പ്രകടമായിരുന്നു. KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ, അടുത്ത നിയമസഭാ സമ്മേളനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സംഘടനാ രീതി, ഇതൊക്കെ വളരെ പ്രകടമാവുകയാണോ? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഡയറക്റ്റായിട്ടൊരു ചോദ്യം ആണത്. വളരെ ഡയറക്റ്റായിട്ടൊരു ഉത്തരം പറയാൻ നമ്മുടെ പക്കൽ തെളിവുകളില്ല. പക്ഷേ വേണമെങ്കിൽ വരികൾക്കിടയിലൂടെ പലതും നമുക്ക് വായിച്ചെടുക്കാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ജനീഷ് വന്നത്, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് മറ്റൊരാൾ വന്നത്, ഇത് രണ്ടും നിലവിൽ ഒരു വൈസ് പ്രസിഡൻ്റായിട്ട് നിന്നിരുന്ന അബിൻ വർക്കിയെ മാറ്റിക്കൊണ്ടുവന്നത് നമ്മൾ അറിഞ്ഞത്, അല്ലെങ്കിൽ എല്ലായിടത്തും കോൺഗ്രസിൻ്റെ അകത്തളങ്ങളിൽ നിന്നും പോലും പുറത്തേക്ക് വരുന്നത് അത് VD സതീശൻ്റെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെയോ അല്ല. ഇത് തീരുമാനം KC വേണുഗോപാലിൻ്റേതാണ്. ഈ പറയുന്ന അബിൻ വർക്കി ഒരു രമേശ് ചെന്നിത്തലയായിട്ട് ചേർന്ന് നിൽക്കുന്ന, ആ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് എന്ന നിലയ്ക്കൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വന്നു. പക്ഷേ KC വേണുഗോപാൽ എന്തെങ്കിലും പ്രത്യേക താല്പര്യത്തോടെയാണോ ഇത് ചെയ്തത്, അതോ പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു എന്താ പറയുക ഗുഡ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണോ ചെയ്തത്, ഇതൊന്നും തീർത്ത് പറയാൻ നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, 2 വലിയ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ എത്തി നിൽക്കെ
കോൺഗ്രസിൻ്റെ അകത്തും യൂത്ത് കോൺഗ്രസിനകത്തും ഇത്തരത്തിലുള്ള പരിഭവങ്ങളും പരാതികളും ഉയരുന്നത് തീർച്ചയായിട്ടും ആ സംഘടനയ്ക്കും ആ സംഘടന നേതൃത്വം നൽകുന്ന UDF മുന്നണിക്കും ഗുണകരമല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്ന, വളരെ ഖണ്ഡിതമായി പറയാൻ കഴിയുന്ന കാര്യം അതാണ്. അതായത് നമുക്കറിയാം, കോൺഗ്രസ് എതിരിടുന്നത് 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്ന ശേഷമാണ് വലിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. ഇനി ഒരിക്കൽ കൂടി ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തേക്ക് പോകേണ്ടി വന്നാൽ, അല്ലെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ UDF ഈ രൂപത്തിലും ഭാവത്തിലും കോലത്തിലും ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉണ്ടാകുമോ എന്ന് പോലും സംശയിക്കാൻ എല്ലാ ന്യായവുമുണ്ട്. ആ ഘട്ടത്തിൽ പോലും ഒറ്റക്കെട്ടായി അഭിപ്രായ ഭിന്നതകൾ സംഘടനയ്ക്കകത്ത് ഒതുക്കി വെച്ചിട്ട് ജനങ്ങൾക്കിടയിലേക്കും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന പ്രതീക്ഷിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് പുറത്തേക്ക് വരുന്ന ഒരു മെസ്സേജും ചിത്രം എന്താണ്? ഈ പാർട്ടിക്കകത്ത് പ്രശ്നം മാത്രമേ ഉള്ളൂ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ മാറ്റിയാൽ പ്രശ്നം, പുതിയ ആളെ വെച്ചാൽ പ്രശ്നം, വെച്ചില്ലെങ്കിൽ പ്രശ്നം. അതുപോലെ തന്നെ കോൺഗ്രസിൽ ഇപ്പോൾ ഒരു ജംബോ കമ്മിറ്റിയാണ്. 58 അല്ല 59 ജനറൽ സെക്രട്ടറിമാർ. എത്രയോ ഇതിൽ കൂടുതൽ ആളുകളെ എങ്ങനെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വെക്കുന്നത്? 13 വൈസ് പ്രസിഡന്റുമാർ, രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് 6 പുതിയ അംഗങ്ങൾ. ഒരു പാതിന് നമുക്ക് അറിയാവുന്ന സകല പേരുകളും ഈ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, രാഷ്ട്രീയകാര്യ സമിതി, ഈ 3 ഘടകങ്ങളിലായിട്ടുണ്ട് ഒരുവിധം കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ കോൺഗ്രസ് നേതാക്കളും. എന്നിട്ടും നമ്മൾ കേൾക്കുന്നത് എന്താ? അതിൻ്റെ പേരിൽ ആക്ഷേപം ഉയരുന്നു, മുരളീധരൻ പിണങ്ങുന്നു, കെ സുധാകരൻ പരിഹസിക്കുന്നു, അതുപോലെ തന്നെ അബിൻ വർക്കി, ചാണ്ടി ഉമ്മൻ തുടങ്ങിയവരെ പങ്കെടുപ്പിക്കുന്ന, അവർക്ക് ഒരു അക്കോമഡേഷൻ കിട്ടിയിട്ടില്ല, അതിൻ്റെ പേരിൽ ഓർത്തഡോക്സ് സഭ എതിരിടുന്നു. ശ്രീകുമാർ പറഞ്ഞതുപോലെ ന്യായങ്ങൾ പറയാം, പക്ഷേ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഇതിൻ്റെ പശ്ചാത്തലവും ചരിത്രവും പറയാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പോലും അറിയാത്ത രീതിയിൽ ഈ പാർട്ടിക്കകത്ത് ഗ്രൂപ്പുകൾ ഇപ്പോൾ ആരുടെ കൂടെയാണ്. പണ്ടൊക്കെ കൃത്യമായിട്ട് അറിയാം A ഗ്രൂപ്പിൽ ആരൊക്കെയാണ്, I ഗ്രൂപ്പിൽ ആരൊക്കെയാണ്. ഇപ്പം നമുക്ക് ഒരു പിടിയില്ല. ഈ I ഗ്രൂപ്പിൽ ആരൊക്കെയാണ്, അതിന് നേതൃത്വം നൽകുന്നത് രമേശ് ചെന്നിത്തലയാണോ, VD സതീശനാണോ, KC വേണുഗോപാലാണോ, അതോ KC വേണുഗോപാലിന് സ്വന്തമായി മറ്റൊരു ഗ്രൂപ്പുണ്ടോ? A ഗ്രൂപ്പിൽ ഈ പറഞ്ഞ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ A ഗ്രൂപ്പുകാരനാണോ, KC ജോസഫ് നയിക്കുന്ന A ഗ്രൂപ്പാണോ, അതോ തിരുവഞ്ചൂർ നയിക്കുന്ന A ഗ്രൂപ്പാണോ, അതുപോലെ സിദ്ദിഖ് നയിക്കുന്ന ഷാഫി എന്ന് പറയുന്ന പഴയ A ഗ്രൂപ്പ് നേതാവ് ആരുടെ കൂട്ടത്തിൽ? നമുക്ക് ഒന്നിനുമില്ല ഒരു നിശ്ചയവും. ഈ രീതിയിലേക്ക് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കൊപ്പം? ഇപ്പോൾ പുതിയ രീതിയിൽ പുതിയ ചെറുപ്പക്കാർ എവിടെയാണ് കൂടുതൽ അവസരങ്ങൾ? അവർ വളരെ ബോധപൂർവം അല്ലെങ്കിൽ വളരെ തന്ത്രപൂർവ്വം നിലപാടുകൾ തരത്തിനൊപ്പിച്ച് മാറ്റുകയാണ്. ഞങ്ങൾക്ക് സാധ്യത എവിടെയാണ്, ആരോടൊപ്പം നിന്നാലാണ് വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ തങ്ങൾക്ക് സാധ്യത, കൂടുതൽ അവസരങ്ങൾ. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധ്യതകളുടെ ഒരു കലയാണ്, അവസരങ്ങളുടെ ഒരു കല കൂടിയാണ്. അപ്പോൾ ഈ അവസരങ്ങളുടെയും സാധ്യതകളുടെയും കല വളരെ സമർത്ഥമായിട്ട് ഉപയോഗിച്ച് അവർ കളിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വലിയ നേതൃത്വം അത് കണ്ടു നിൽക്കേണ്ടി വരികയാണ്. കിട്ടിയത് പോരാ എന്ന് പറഞ്ഞ് സദാ വിലപിക്കുന്ന നേതാക്കളെ നമ്മൾ കാണുന്നു. ഞാൻ ഇന്നലെ വേറൊരു ചർച്ചയെ പറഞ്ഞ പോലെ, നമ്മുടെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഒരു കഥാപാത്രമുണ്ട്, അപ്പുക്കിളി. എത്ര കഴിച്ചാലും വയറ് നിറയാത്ത അപ്പുക്കിളി. 2 അമ്മമാർ ഇരുവശത്ത് വരുന്ന അപ്പുക്കിളിയെ അങ്ങനെ ഊട്ടിക്കൊണ്ടിരിക്കും. ഒരമ്മ ചോദിക്കും, മാമു വേണം അവിടെ അപ്പുക്കിളിയെന്ന്. അപ്പോൾ അപ്പുറത്തെ അമ്മ എന്ന് പറഞ്ഞ് അപ്പുക്കിളി മൂളും. അപ്പുറത്തെ അമ്മ ചോദിക്കും, ചക്കര പാവ് വേണം അവിടെ അപ്പുക്കിളിയെന്ന്. അങ്ങനെ 2 പേരും മാറി മാറി ഊട്ടി. ഏതെങ്കിലും ഒരു ഗ്യാപ്പ് വന്നാൽ ഉടനെ അപ്പുക്കിളി പറയും, ഇനിയും താടിയെന്ന്, ഇനിയും താടിയെന്ന്, ഇനിയും താടി എന്ന് പറഞ്ഞ് ഇങ്ങനെ വയറ് മാത്രം വളർന്ന് വല്ലാത്തൊരു രൂപമായി മാറുന്ന അപ്പുക്കിളി ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ്. അതുപോലെയാണ് കോൺഗ്രസിലെ പല നേതാക്കളും. എത്ര കിട്ടിയാലും പോരാ. ഒരാൾക്ക് ഒരു പദവി എന്നുള്ളത് പാലിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സംഘടനാ പദവിയും വേണം, MLA പദവിയും വേണം, MP പദവി വേണം, ഏത് വന്നാലും ഞങ്ങൾക്ക് വേണം എന്ന രീതിയിലേക്കുള്ള, ഇതെങ്ങനെയാണ് ഒരു സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? ഈ സംഘടനയ്ക്ക് എങ്ങനെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ എന്ന ഒരു പരാമർശം ഉണ്ടായെങ്കിലും പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോയവരെ പരിഗണിച്ചില്ല, പെട്ടി പിടിക്കുന്നവരെയാണ് പരിഗണിച്ചത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു പ്രതികരണമാണ്. അങ്ങനെ അത് പറഞ്ഞിറങ്ങിപ്പോയവർ പലരുണ്ട്. പഴയ KPCC ജനറൽ സെക്രട്ടറി ഉണ്ട്, അങ്ങനെ പലരുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ അവസരങ്ങളുടെ കലയാണ് രാഷ്ട്രീയം എന്ന് പറയുകയാണെങ്കിൽ പുതിയ തലമുറ നോക്കി നിൽക്കുകയാണ്. വെട്ടി നിരത്തപ്പെട്ടവരുടെ ഒരു വലിയ ലിസ്റ്റ് അവരുടെ മുന്നിലുണ്ട്. അപ്പൊ അങ്ങനെ പോകാതിരിക്കാൻ, എവിടെയെങ്കിലും രക്ഷപ്പെടാൻ, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. അവനവന്റെ നല്ല പ്രായം മുഴുവനും പാർട്ടിക്കൊടി പിടിച്ചും ഇടിമേടിച്ചും അടിമേടിച്ചും ഒക്കെ നടക്കുകയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നല്ല മാർഗം അക്കോമഡേഷൻ ആണെന്ന് അവർക്കും തോന്നുന്നുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ചാണ്ടി ഉമ്മൻ അദ്ദേഹമാണ് പറയുന്നത്, അദ്ദേഹത്തോട് പറയാതെ ഒഴിവാക്കി, ഞാൻ രാജിവെച്ചു പോയേനെ എന്നുള്ളത്. അച്ഛന്റെ ഓർമ്മ ദിനത്തിലാണ് അത് സംഭവിച്ചതെന്ന്. ആരാണ് അച്ഛൻ?
ആരാണ് അച്ഛനെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒ.ജെ. ജനീഷ് കഴിഞ്ഞ ദിവസം പറയണം, സാധാരണ നമ്മൾ മരിച്ചുപോയ മനുഷ്യരെ ശ്രീ കൂട്ടി പറയാറില്ല എന്നുള്ളത്. പക്ഷെ ശ്രീ ഉമ്മൻചാണ്ടി സാർ എന്നല്ലാതെ കോൺഗ്രസ്സുകാരിൽ ഒരാൾക്ക് ഇപ്പോഴും പറയാൻ കഴിയാത്ത, ഏറ്റവും അവരുടെ പരമാരാധ്യനായ, ഇപ്പോഴും മറുത്തൊരു പേരോ ഒരു വാക്കോ എന്നുള്ളതില്ലാതെ എന്ത് വിശേഷമുണ്ടായാലും എന്ത് നേട്ടമുണ്ടായാലും എന്ത് പോരിനിറങ്ങുകയാണെങ്കിലും പോയി തൊഴുന്ന കല്ലറ അദ്ദേഹത്തിന്റെ മകനാണ് പറയുന്നത് ഈ കാര്യങ്ങൾ. അപ്പോൾ അത് ഏത് വെട്ടിനിരത്തലിന്റെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ അത് ഏത് പരിഭവത്തിന്റെ ഭാഗമായിരിക്കും? അല്ല മാധു, ഈ നേരത്തെ ഇവിടെ ശ്രീകുമാർ പറഞ്ഞപ്പോഴേ CPM പിന്നെ ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കിയതിനെ പറ്റി പറഞ്ഞല്ലോ. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അക്കോമഡേഷൻ ആയിരുന്നില്ല. അതൊരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള CPMൻ്റെ ഒരു നടപടിയായിരുന്നു. അതായത് ഒരു വലിയ തലമുറ റിട്ടയർ ചെയ്യാൻ പോവാം, അപ്പം അവിടെയൊക്കെ പോളിറ്റ് ബ്യൂറോയിലേക്ക് വരാൻ പറ്റിയ ചെറുപ്പക്കാരുടെ ഭാഗത്തുനിന്ന് ആളുകളെ ഗ്രൂം ചെയ്തുകൊണ്ട് വരണം. അതിനുവേണ്ടിയാണ് അന്ന് സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കിയത്. അത് കുറച്ച് വർഷങ്ങളിൽ നിന്നുള്ള, എത്ര വർഷം നിന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിലാണ് പ്രകാശ് കാരാട്ട് വരുന്നു, യെച്ചൂരി വരുന്നു, അതുപോലെ തന്നെ ബിമൻ ബോസ് വരുന്നു, SRP അതിലുണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഡൽഹിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ കമ്മിറ്റി വന്നത്. അതൊരു അതിമനോഹരമായ CPMൻ്റെ ഭാഗത്തു നിന്ന് പുതിയ നേതാക്കളെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരുന്നതിനുള്ള നല്ലൊരു മൂവായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ വെട്ടിനിരത്തൽ എന്നൊരു പ്രയോഗം ഇവിടെ ഈ മാധു പറയുകയുണ്ടായി. അപ്പോൾ ഇത് ഈ ഒരു 59-13 ഈ ലിസ്റ്റ് ഒരു വെട്ടിനിരത്തലിന് ശേഷം വന്ന ഒരു ലിസ്റ്റാണെങ്കിൽ കുറച്ച് പേരെ വെട്ടിനിരത്താതിരുന്നായിരുന്നെങ്കിൽ ഇതിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിലെ ഒരു പ്രശ്നം, എന്തൊരു ചർച്ച വന്നാലും അതിപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ ആണെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ചാണ്ടിമലിലേക്ക് വരാം, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ ആണെങ്കിലും, അല്ലെങ്കിൽ ഈ ഇതുപോലെ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ്, അത്തരത്തിലുള്ള ആളുകളെ തീരുമാനിക്കുന്നതാണെങ്കിലും ആദ്യത്തെ പ്രതിയായിട്ട് വരുന്നത് KC വേണുഗോപാലാണ്. അത് വളരെ രസകരമായ കാര്യമാണ്. KC വേണുഗോപാൽ മാധു കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവിനും കിട്ടിയിട്ടില്ലാത്ത രീതിയിൽ അന്നത്തെ കോൺഗ്രസ് പറയാം, ഇന്നത്തെ കോൺഗ്രസ് പറയാം. പക്ഷേ ഇന്നത്തെ കോൺഗ്രസ്സിൽ അതുപോലെ സ്വാധീനം നിലനിർത്തുന്ന, ചെലുത്തുന്ന, വേണമെങ്കിൽ അധികാരം കൈയാളുന്ന ഒരു നേതാവാണ്. പണ്ട് നമുക്ക് KP മാധവൻ നായർ ഉണ്ടായിരുന്നു, ഏക ജനറൽ സെക്രട്ടറി ICC, അതുപോലെയൊക്കെയുള്ള ചരിത്രമുണ്ട്. ഇപ്പം ഈ സംഘടനാ ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് തന്നെയാണ്. നമുക്കറിയാം അഹമ്മദ് പട്ടേലൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ അതൊക്കെ ചെയ്തുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേണുഗോപാലിനൊരു റോളുണ്ട്. അപ്പോൾ വേണുഗോപാലിന് താല്പര്യമുള്ള ചിലർ വരും. അതൊക്കെ എല്ലാ കാലത്തും അന്നൊക്കെ ഈ പുനഃസംഘടനാ ചർച്ചകളിലൊക്കെ ആർക്കായിരുന്നോ മേൽക്കൈ, അവരുടെയൊക്കെയുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളൊരു കാര്യം നോക്കുക, ഈ ലിസ്റ്റൊന്ന് നോക്കുക, എല്ലാവരും അർഹരാണോ അനർഹരാണോ എന്നൊന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ പോകുന്നത്. പക്ഷേ ഈ ലിസ്റ്റിന് ചില പ്രത്യേകതകളുണ്ട്. ഇത് കുറച്ചുകൂടെ നല്ല റെപ്രസെൻറ്റേഷനുള്ള ഒരു ലിസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ സ്ത്രീകൾ 10-12% അതൊരു നല്ല ശതമാനമൊന്നുമല്ല, അതിൽ കൂടുതൽ വേണ്ടതാണ്. അതുപോലെ തന്നെ പിന്നാക്ക സമുദായക്കാരുണ്ട്, OBC, SC ST ഉണ്ട്, അതുപോലെ തന്നെ പഴയ ആളുകളുണ്ട്, പുതിയ ആളുകളുണ്ട്. സുധാകരൻ വന്നപ്പോൾ DCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞവരെ ജനറൽ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. അതിൽ കുറച്ച് പേര് വന്നിട്ട് അങ്ങനെ ഒരു വളരെ ഭേദപ്പെട്ട ഒരു ലിസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പരാതികളുണ്ടാവും, അതിനകത്ത് വരേണ്ട ആളുകൾ പലരും ഉണ്ടായിരുന്നു. അത് ആ ഒരു സാഹചര്യത്തിലാണ് ഈ ചാണ്ടി ഉമ്മൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന വരുന്നത്. ഈ ചാണ്ടി ഉമ്മൻ്റെ പ്രസ്താവന പിന്നെ ഞാനൊരു പ്രത്യേക താല്പര്യം കൊണ്ട് ഞാനത് 2-3 തവണ കണ്ടു. മാധു കണ്ടു കാണുമല്ലോ, എന്നെക്കാൾ കൂടുതൽ കണ്ടു കാണും. എന്താ ശരിക്കും പറഞ്ഞാൽ ചാണ്ടി ഉമ്മൻ പറഞ്ഞത്? അയാൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ജനീഷ് എന്ന് പറഞ്ഞ ആളല്ലേ പുതിയ പ്രസിഡന്റ്, ജമീഷോ, അയാൾ വരികയാണ്. അയാൾ അവിടെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പിന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത്, അപ്പോൾ അബിൻ്റെ കാര്യം ചോദിക്കുക, അബിനായിരുന്നില്ലേ പ്രസിഡന്റ് ആകേണ്ടതെന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്തുവാ, ഇതുപോലൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ 1ാം ചരമവാർഷികത്തിലാണ് എന്നെ ഈ സ്ഥാനത്ത് നിന്ന് ഔട്ട്റീച്ച് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അദ്ദേഹം അപ്പോൾ വളരെ വികാരഭരിതനായിട്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഇതെന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെക്കുമായിരുന്നു, അതെനിക്ക് അപമാനമായിട്ടാണ് തോന്നിയത്. ഏതാണ്ട് അതേ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അബിൻ വർക്കി വളരെ കഷ്ടപ്പെട്ട് യൂത്ത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച വളരെ നല്ല ഒരാളാണ്. അയാളോടൊന്ന് ചോദിക്കേണ്ടതായിരുന്നു, അയാളോടൊന്ന് സംസാരിക്കേണ്ടതായിരുന്നു. അപ്പോൾ പക്ഷെ എനിക്ക് ഈ അനുഭവം ഉണ്ടായപ്പോൾ എന്താ ചെയ്തത്? ഞാൻ ചെയ്തത് പാർട്ടിയുടെ തീരുമാനമാണ്. ആ പാർട്ടിയുടെ തീരുമാനം ഞാൻ അനുസരിച്ചു. ഇപ്പോൾ ഇവിടെ അബിൻ വർക്കിയും അതുതന്നെയാണ് ചെയ്യേണ്ടത് എന്നാണ് ചാണ്ടി ഉമ്മനും പറഞ്ഞ. ചില വാക്കുകളിലോ വാചകങ്ങളിലോ ഞാൻ പറഞ്ഞതിൽ വ്യത്യാസമുണ്ട്. ഇതിലെന്താ കുഴപ്പം? ഇതെന്ത് വെട്ടിനിരത്തലിനെ കുറിച്ചാണ് ചാണ്ടി ഉമ്മൻ പരാതി പറഞ്ഞതെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഡൽഹിയിലേക്ക് വിടുന്ന ഉടനെ
എന്തോ തകർത്ത് തരിപ്പണമാക്കാനാണ്, അയാളുടെ ഭാവി കളയാനാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അറിഞ്ഞുകൂടാ. എത്രയോ പേര് ഡൽഹിയിൽ പോയി രക്ഷപ്പെട്ടിരിക്കുന്നു. രമേശ് മറ്റൊരു വിഷയത്തിലേക്ക് പോയതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ ഇടപെട്ടത്. അപ്പോ അതായത് ശ്രീ ചാണ്ടിയുമ്മൻ പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്തു, അബിൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, അത് അവരുടെ ഭാഗത്തു നിന്ന് ശരി. പക്ഷെ ചോദിക്കാതെയും പറയാതെയും ആ തരത്തിൽ പ്രവർത്തിക്കുന്ന രീതിയെ കുറിച്ച് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അതെ, അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അബിൻ വർക്കിയുടേതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തു എന്നതിനപ്പുറത്ത് ഇതിനകത്ത് എനിക്ക് എന്തായാലും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഞാൻ വേറൊരു കാര്യത്തിലേക്ക് പോവാണ്. രമേശ് ചെന്നിത്തല ഇത്രയും നേതാവായത് ഡൽഹിയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് പോയതുകൊണ്ടല്ലേ? അങ്ങനെ എത്രയോ നേതാക്കൾ, PC ചാക്കോ, വയലാർ രവി, അവരൊക്കെ ഒരു ദേശീയ നേതൃ പദവിയിലേക്ക് വന്നത്. ഇനി ഏറ്റവും അവസാനം പിന്നെ KC വേണുഗോപാൽ, അയാളെ MP ആയിട്ട് ഡൽഹിക്ക് വിട്ടുകൊണ്ടല്ലേ ഈ പൊസിഷനിലേക്ക് വന്നത്. അതെന്താ ആരും പറയാത്തത്? അയാൾ നന്നായല്ലോ. പിന്നെ ഞാൻ അവസാനമായിട്ടൊരു പോയിൻ്റൂടെ പറഞ്ഞ് നിർത്തുകയാണ്. പിന്നെ മധു, ഇതൊരു വലിയ ജംബോ കമ്മിറ്റിയാണ്. എനിക്കതിനകത്ത് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഈ ജംബോ കമ്മിറ്റിയെ നമുക്ക് ഈ പാർട്ടിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുമോ? പറ്റും. എൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഈ ജംബോ കമ്മിറ്റിയെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് വർഷത്തിൽ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ 59 പേര് 60 വെച്ചു. അതിൽ 5 or 10 പേര് മതി KPCC ഓഫീസിൽ ജനറൽ സെക്രട്ടറിയുടെ ജോലിയൊക്കെ നിർവഹിക്കാൻ. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളെ അവർക്ക് 140 മണ്ഡലങ്ങൾ വിഭജിച്ച് ഓരോ ജനറൽ സെക്രട്ടറിക്കും 2 or 3 കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ചുമതല കൊടുക്കുക. ഇനി സമയമുണ്ട് പ്രവർത്തിക്കാൻ, 6-8 മാസമുണ്ട്. ഈ ജനറൽ സെക്രട്ടറിമാരെ വീതിച്ച് അങ്ങനെ കൊടുക്കണം. 13 പിന്നെ വൈസ് പ്രസിഡന്റുമാരുണ്ട്. 14 ജില്ലകളാണല്ലോ അത്. അപ്പോൾ ഓരോ വൈസ് പ്രസിഡന്റുമാർക്കും ഓരോ ജില്ലയുടെ, മറ്റേത് 2 മണ്ഡലങ്ങൾക്കാണെങ്കിൽ ഓരോ ജില്ലയുടെ ചുമതല കൊടുക്കുക, അവർ സൂപ്പർവൈസ് ചെയ്യട്ടെ. പിന്നെ ഈ പിന്നെ വർക്കിംഗ് പ്രസിഡന്റുമാർ 3 പേരുണ്ടല്ലോ, അതിലൊരാൾ KPCC ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ, ബാക്കി 2 പേര് 7 ജില്ലകളുടെ വീതം സൂപ്പർവൈസേഷൻ നടത്തട്ടെ. അങ്ങനെ പ്രവർത്തിച്ച് നോക്കിയാൽ യൂത്ത് കോൺഗ്രസ് ഇന്നൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രസ്താവന മാതൃഭൂമിയിലോ മറ്റോ ഞാൻ കണ്ടു. അവർ പറയുന്നത് പാർട്ടിയുടെ സ്ക്വാഡ് വർക്കുകൾ ചെയ്യാൻ ഞങ്ങളൊരു വലിയ ടീമിനെ തയ്യാറാക്കി ഞങ്ങളത് ചെയ്യാമെന്നാണ്. അവർക്ക് നേതൃത്വം കൊടുക്കട്ടെ ഈ ജനറൽ സെക്രട്ടറിമാർ. ആ ജനറൽ സെക്രട്ടറിമാർക്ക് നേതൃത്വം ഒരു സൂപ്പർവിഷൻ കൊടുക്കട്ടെ ഈ വൈസ് പ്രസിഡന്റുമാർ. അവരെ ഒന്ന് നോക്കട്ടെ ഈ പിന്നെ വർക്കിംഗ് പ്രസിഡന്റുമാർ. ഞാൻ പറഞ്ഞ ഈ ജംബോ കമ്മിറ്റിയാണ് അതിനെ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ പുതിയ KPCC പ്രസിഡന്റും അതിന് ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ഒക്കെ ഇത് സഹായം വേണം. പ്രതിപക്ഷ നേതാവ് ഇവർ 3 പേരും കൂടി ഇരുന്ന് ചിന്തിച്ചാൽ, ഒപ്പം മുരളിയെയും അല്ലെങ്കിൽ സതീശനെയും ഒക്കെ രമേശിനെയും ഒക്കെ ഇരുത്തി ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു സ്കീം ഇടട്ടെ. KPCCക്ക് ഒരു ഇന്നോവേറ്റീവായ ഒരു സ്കീം തെരഞ്ഞെടുപ്പ് വർഷത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. ഓക്കെ, അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ അക്കോമഡേഷൻ നടക്കുമ്പോൾ അത് എത്രത്തോളം നടക്കും, അല്ലെങ്കിൽ അത് കാര്യം മാത്രം അങ്ങനെ അക്കോമഡേറ്റ് ചെയ്തല്ലോ. ഈ ഇതൊക്കെ ഇത്തിരി അധ്വാനമുള്ള കാര്യമാണല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 60 അല്ല കേൾക്കൂ, 60 ജനറൽ സെക്രട്ടറിമാരുണ്ട്. ഇവര് രാവിലെ ഒരു പേഴ്സ് എടുത്ത് പോക്കറ്റ് വെച്ച് 500 രൂപയും ആ പോക്കറ്റ് വെച്ചിട്ട് KPCC ഓഫീസിന്റെ വാതിൽക്ക് വന്ന് നിൽക്കണ്ട. ഈ വൈസ് പ്രസിഡന്റുമാരും അവർ പോകണം മണ്ഡലങ്ങളിലേക്ക്. അവരെയൊക്കെ പണിയെടുക്കാൻ ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അല്ലാതെ ഓരോ ഗ്രൂപ്പിൽ നിന്നും എഴുതി കൊടുക്കുന്ന പേരിന്റെ പേരിലാകുമ്പോൾ അതൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത്. ശരി, കോൺഗ്രസ് അങ്ങനെ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞു ഡൽഹിയിലാണെങ്കിൽ KC വേണുഗോപാൽ ഉണ്ട് എന്ന്. കേരളത്തിലാണുള്ളത്. ബീഹാർ പോലെ ഒരു ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും ഒക്കെയായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഇടപെടലുകളാണ് ഏറ്റവും നിർണായകമായി വരുന്നത് എന്നുള്ളതാണ് നിരീക്ഷണങ്ങൾ. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ, പ്രാതിനിധ്യത്തിൽ ഒക്കെ അദ്ദേഹത്തിന്റെ ചുമതലയിൽപ്പെട്ടതാണ് കേട്ടോ. എനിക്കതിനൊന്നും ഒരാക്ഷേപവുമില്ല. അപ്പോൾ ഡൽഹിയോളം പോവേണ്ടതില്ല. ഇപ്പം നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ചില പ്രശ്നങ്ങൾ സമവായത്തിലേക്ക് എത്താതെ പോവുകയാണ് എങ്കിൽ ഹൈക്കമാൻഡിൽ തീരുമാനമെടുക്കുമ്പോൾ എന്നൊരു പ്രയോഗം ഉണ്ടാകുമ്പോൾ ഹൈക്കമാൻഡിൽ നിന്ന് എടുക്കുന്ന തീരുമാനം വളരെ ശരിയായി, അത് തൂക്കം നോക്കി തുല്യമായി മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അതിൽ യാതൊരു ഇടപെടലുമില്ലാതെ ഡയറക്റ്റായി എന്നൊക്കെ അർത്ഥങ്ങൾ പലതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഹൈക്കമാൻഡിൽ നിന്ന് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ KC വേണുഗോപാലിന്റെ തീരുമാനം നോക്കൂ. KC വേണുഗോപാലിന്റെ തീരുമാനം എന്ന് ശ്രീമതി മാധു പറയുമ്പോൾ ഞാനാണിതെല്ലാം തീരുമാനിച്ചെന്ന് KC വേണുഗോപാൽ പറഞ്ഞോ?
ഇത്തവണത്തെ ഞാനൊരു കാര്യം പറയാം, എക്കോ വരുന്നുണ്ട്. ഇത്തവണ ഞാനൊരു കാര്യം പറയാം. അതായത് KC വേണുഗോപാൽ ഇവിടെയുള്ള കേരളത്തിലെ എല്ലാ നേതാക്കളെയും ബന്ധപ്പെട്ടിട്ട് അവരവരുടെയൊക്കെ ആവശ്യം ചോദിച്ച് പലർക്കും ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും അവർക്കൊപ്പം നിൽക്കുന്ന നേതാക്കൾക്ക് പാർട്ടി തലത്തിൽ പദവികൾ കൊടുക്കും. ഈ പദവികൾ കൊടുക്കുന്ന ഈ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അക്കോമഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് പരിഹസിക്കലല്ലത്. കാരണം നിങ്ങൾ തന്നെ പറയുന്നു മറ്റേ ഈ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ വക്താവ് എൻ്റെ പ്രിയപ്പെട്ട റെജി പറഞ്ഞു അബിൻ വർക്കിയെ ഉൾപ്പെടുത്തിയില്ല എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയാൽ പറയാം അക്കോമഡേഷൻ എന്ന്, ഉൾപ്പെടുത്തിയില്ലേ പറയും പുറത്ത് നിർത്തിയെന്ന്. അപ്പോൾ ഇതിനൊരു പേര് പറയണമല്ലോ, അതുകൊണ്ട് ഞാൻ അക്കോമഡേഷൻ എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നേതാക്കളൊക്കെ ഇപ്പോഴുള്ള ഭാരവാഹികൾ തന്നെയാണ് മിക്കവരും. ഇതിലാരും പുതിയവരൊന്നും വന്നവരല്ല. ഇപ്പോൾ ഉള്ള പല ഭാരവാഹികളെയും വീണ്ടും വെച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റുമാരായിരുന്നവർക്ക് സ്ഥാനക്കയറ്റം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇത് പോയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഭാരവാഹികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയിട്ടേ ഉള്ളൂ. അതിൽ ജംബോ കമ്മിറ്റി എന്ന് പറയാൻ കാരണം വെച്ചാൽ ആ പേര് ഞാൻ അങ്ങനെ അതിലൊക്കെ വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് പറയുന്നതിന് മുമ്പ് ഉള്ള ഒരു സമയക്കുറവിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പലതും പറയാറുണ്ട്. ഞാൻ ജലദോഷം എന്ന് പറഞ്ഞപ്പോൾ മാധു നിന്ന് ഒരു ചെറുതായിട്ടൊന്ന് തമാശയായിട്ടും പറ്റി. ഞാൻ പറഞ്ഞതല്ല, മുരളീധരൻ്റെ അടുത്ത സുഹൃത്തിനോട് പറഞ്ഞാൽ അദ്ദേഹം രാവിലെ വിളിച്ചോ പറഞ്ഞു അദ്ദേഹം സുഖമില്ലാതിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നീടാണ് ഈ ചാനലിൽ വാർത്തയൊക്കെ കണ്ടത്. അദ്ദേഹം പാവം റെസ്റ്റ് ചെയ്യാണ്ട് മറ്റേ അവിടേക്ക് പോവുകയും ചെയ്തു. അതിനിടയ്ക്ക് ഒരു രസമുണ്ടായി, മുരളീധരനെ അനുനയിപ്പിച്ചു. ഏത് കേരളത്തിലെ ഏറ്റവും സീനിയർ നേതാവായ മുൻ KPCC പ്രസിഡന്റിനെ അനുനയിപ്പിച്ചു. ആര്? അദ്ദേഹത്തിൻ്റെ ജൂനിയറായ ആളുകളോ? എന്തൊക്കെയാണ് നമ്മൾ ഈ കേൾക്കുന്നത്? ഒരു ചാനൽ വിളിച്ചു പറയാണ് ഈ ജാഥ ഇന്ന് 7 കിലോമീറ്ററാണ് ജാഥ, അത് 3 കിലോമീറ്റർ അവസാനിപ്പിക്കാൻ നീക്കമുണ്ട്. കാലാവസ്ഥയാണ് പറയുന്നത്. കുളനടയിൽ നിന്ന് പന്തളത്ത് എത്തേണ്ട ജാഥ എങ്ങനെയാണ് പകുതി വെച്ച് അവസാനിപ്പിച്ച ബസ്സിൽ പൊതുയോഗം നടത്തും? എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ചാനലുകൾ? കഷ്ടമാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലൊക്കെ ഒന്നും കിടക്കുന്നില്ല. ഞാനിപ്പോൾ അത് ചോദിച്ച ചോദ്യം തന്നെ, ഇതായത് യൂത്ത് കോൺഗ്രസിൻ്റെ ഞാൻ മാതൃമയല്ല ചെയ്തത്, യൂത്ത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തെ വെച്ച് എന്താണെന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രതിസന്ധി വന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ രാജിവെക്കേണ്ടി വന്നു. പകരം അപ്പോൾ ആ ഇലക്ഷൻ അവിടെ അവസാനിച്ചു. പിന്നെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അവിടെ തീർന്നു. ആ പ്രസിഡന്റ് രാജിവെച്ചു. പകരം 2 വൈസ് പ്രസിഡന്റ്മാരുണ്ട്. അത് കൂടുതൽ വോട്ട് കിട്ടാതിരിക്കലൊക്കെ പുറത്തുള്ള ചർച്ചയാണ്. അവിടെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം 2 വൈസ് പ്രസിഡന്റ്മാരുണ്ട്. 2 പേരും തുല്യരാണ്. ആ തുല്യരിൽ ഒരാളെ പ്രസിഡന്റാക്കി. അതിന് പല ഘടകങ്ങളുമുണ്ട്. തെരഞ്ഞെടുപ്പ് പക്ഷത്തിൽ പല ഘടകങ്ങളുമുണ്ട്. സാമൂഹ്യ സന്തുലിതാവസ്ഥ നോക്കേണ്ടതുണ്ട്. ഒരുപാട് പേരുടെ ആക്ഷേപങ്ങൾ പിന്നീട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നോക്കേണ്ടതുണ്ട്. പാർട്ടിയാണ്, നിസ്സാര കാര്യമൊന്നുമില്ല, പാർട്ടി തന്നെയാണ്. അയ്യപ്പ സംഗമം CPM നടത്തുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പറഞ്ഞപ്പോ ഞാനാണ് പറഞ്ഞത്, എനിക്ക് ഒരാവശ്യമുള്ള കേസായിരുന്നില്ല. ഞാനാണ് പറഞ്ഞത് അങ്ങനെ സാമുദായിക സമവാക്യം നോക്കിയല്ല എന്ന്. അങ്ങനെ അബിൻ വർക്കി പറഞ്ഞിട്ടില്ല എന്നുള്ളത്. സാമുദായിക സമവാക്യം നോക്കിയാണ് എന്നാണോ അങ്ങ് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, പല കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടല്ലേ പറഞ്ഞത്. സമുദായ സമവാക്യം ഞാൻ പറഞ്ഞോ? പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പല കാര്യങ്ങൾ അങ്ങനെ ചോദിക്കൂ. അതായത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റ് OJ ജനീഷ്. തൃശ്ശൂർ ജില്ലയിലെ VM സുധീരനാണ് തിരഞ്ഞെടുക്കപ്പെട്ട അവസാനത്തെ പ്രസിഡന്റ്, അതറിയാമല്ലോ. അതിനുശേഷം അദ്ദേഹത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആക്കിയപ്പം അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. സുധീരൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ആരും പറഞ്ഞില്ല അദ്ദേഹത്തെ നാട് കടത്തിയത്. അന്ന് പ്രസിഡന്റായത് വൈസ് പ്രസിഡന്റായിരുന്ന AK ശശീന്ദ്രനാണ്. അത് സത്യം പറഞ്ഞാൽ ശശീന്ദ്രനെക്കാട്ടിലും വളരെ കഴിവുള്ള MM ഹസനൊക്കെ അപ്പുറത്തുണ്ടായിരുന്നു. പക്ഷേ ശശീന്ദ്രനാണെന്ന് പ്രസിഡന്റ്, ആ ശശീന്ദ്രൻ അപ്പുറത്താണ്. പക്ഷേ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പല ഘടകങ്ങളെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് OJ ജനീഷ് വന്നത്. 13 അസംബ്ലി മണ്ഡലങ്ങളുണ്ട് ഇവിടെ. 13 അസംബ്ലി മണ്ഡലങ്ങളുള്ള തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഈ ചെറുപ്പക്കാർക്കിടയിൽ നിന്നും ഒരാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് വരിക എന്ന് വെച്ചാൽ ഈ 13 അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്ന് ഒരൊറ്റ അസംബ്ലി മണ്ഡലമാണ് കോൺഗ്രസിനുള്ളത്. 12ഉം 11ഉം 14 സമയത്ത് 13 വരെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ 13 അസംബ്ലി മണ്ഡലങ്ങളിലെ 10 അസംബ്ലി മണ്ഡലങ്ങളെങ്കിലും കിട്ടിയാലേ UDFനെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഭരണത്തിന് പറ്റുള്ളൂ. അതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വരുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തും. അതൊരു ഘടകമാണ്. ഇങ്ങനത്തെ ഒരുപാട് ഘടകം. രണ്ടാമത്തെ ഘടകം സോഷ്യൽ മീഡിയയിലത്തെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഈ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കിടയിൽ നിന്നും ഒരാളെ കണ്ടെത്തുന്ന പ്രശ്നമുണ്ട്. ആരോപണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ആരോപണങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് പ്രവർത്തകർക്കിടയിലുള്ള ആരോപണങ്ങൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ സാധാരണഗതിയിൽ താഴേക്കിടയിൽ നിൽക്കുന്ന പ്രവർത്തകരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമാകുന്നവരെ മാത്രമാണ് ചാനലുകൾ നേതാക്കളായിട്ട് കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ താരമാകുന്ന പാർട്ടി അവർക്ക് ആ സംവിധാനം അനുവദിച്ചു കൊടുത്തിട്ടാണ്.
അബിൻ വർക്കി നല്ല ഒരു യുവജന നേതാവാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം നിറഞ്ഞിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ നിറഞ്ഞിരുന്നു. അതിന് പാർട്ടി അവസരം കൊടുത്തു. പാർട്ടിക്ക് ഈ രംഗത്ത് അവസരം കൊടുക്കാത്ത ഒരുപാട് പേര് പുറത്തുണ്ട്. ഞങ്ങളെ എന്തുകൊണ്ടാണ് അവസരം തരാത്തതെന്നുള്ള ഒരു പ്രശ്നം അവർക്കറിയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇന്ന് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. പഴയ കാലമല്ല. അതായത് ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ അതാണ് ആദ്യമേ തന്നെ പറഞ്ഞത്. പാർട്ടി ഇടുന്ന എല്ലാ പരിപാടികളും വിജയിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളും ഉത്തര കേരളത്തിൽ കോൺഗ്രസിന് എത്ര സീറ്റുണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങളുടെ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള എല്ലാവർക്കും അതിൽ പ്രാതിനിധ്യമുണ്ട്. എറണാകുളം നിങ്ങളുടെ കോട്ട എന്ന നിലയ്ക്ക് ആണ് അബിൻ വർക്കി ഒഴിവാക്കപ്പെട്ടതെങ്കിൽ അത് അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അറിയില്ല എന്തിനാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എനിക്ക് കേരളത്തിൽ പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ടെന്നൊരു അപേക്ഷ മുന്നോട്ട് വെക്കേണ്ടതില്ലായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പറയുന്ന ആരോപണം എന്ന് പറഞ്ഞ കാര്യം ഞാൻ അങ്ങോട്ട് ആവർത്തിച്ച് ചോദിച്ചു. അങ്ങനെ മറുപടി പറഞ്ഞു ഇല്ല. ശ്രീ റെജി ലൂക്കോസ്, ഈ പറയുന്ന സംഘടനാ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നേരത്തെ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിന് ശ്രീ സണിക്കുട്ടി എബ്രഹാം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ആലപ്പുഴ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്. അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സജി ചെറിയാനും ജി സുധാകരനും തമ്മിലുണ്ടാകുന്ന വാക്പോര്, പടക്കം പൊട്ടിച്ചു ഞാൻ BJP-യിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പാർട്ടി നടത്തിയെന്ന ആരോപണം ഡയറക്റ്റായി BJP-യിലേക്ക് തള്ളിവിടാനുള്ള ശ്രമം നടക്കുന്നു എന്ന് പറയുന്നത് പത്മകുമാറിന്റെ പൊട്ടിത്തെറി നേരത്തെ പറഞ്ഞതുപോലെ തെരുവിലടക്കം നടന്ന പ്രതിഷേധങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണ്. അപ്പോൾ കോൺഗ്രസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം, പടലപ്പിടക്കം, പൊട്ടിത്തെറി തുടങ്ങിയ കാര്യങ്ങൾ. CPM-ൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെയില്ല. അല്ല, എനിക്കൊരു സിമ്പിൾ ചോദ്യമുണ്ട്. കോൺഗ്രസിന്റെ പൊട്ടിത്തെറികൾ ഞങ്ങൾ കൊണ്ട് എന്തെങ്കിലും സ്ഫോടകവസ്തു വെച്ചിട്ടാണോ? ആണോ? അതായത് ആദ്യം പറയാം. ഇനി ജി സുധാകരൻ സാറിന്റെ വിഷയം. ജി സുധാകരൻ സാർ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ നിയമപ്രകാരം, പാർട്ടിയുടെ മാർഗദർശന പ്രകാരം അദ്ദേഹം മത്സരത്തിൽ നിന്ന് മാറി നിന്നു. അദ്ദേഹത്തിന് ഇപ്പൊ 80 വയസ്സ് പ്രായമാകുന്നു. അദ്ദേഹത്തിന് ചില പരിഭവങ്ങൾ ഉണ്ടായിരിക്കാം. അദ്ദേഹം ഏറ്റുമുട്ടുന്നത് അദ്ദേഹത്തോട് തന്നെയാണ്. അദ്ദേഹത്തിന് പാർട്ടിയോട് ഏറ്റുമുട്ടിയിട്ട് എന്താ കാര്യം? അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ അതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അതും ഇതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്. ഈ പറയുന്ന അബിൻ വർക്കിക്ക് 80 വയസ്സ് പ്രായമുണ്ടോ? ചാണ്ടി ഉമ്മന് 80 വയസ്സ് പ്രായമുണ്ടോ? ചാണ്ടി ഉമ്മനെ കുറിച്ചുള്ള ഒരു ഒറ്റ ചോദ്യമാണ് ഞാൻ പറയാം. ചാണ്ടി ഉമ്മനെ അബിൻ വർക്കിനെയും പച്ചയ്ക്ക് തടഞ്ഞതിന്റെ പേരിൽ ഈ ചാണ്ടി ഉമ്മന്റെ അയോഗ്യത എന്താ? അതൊന്ന് പറഞ്ഞേ. നിലമ്പൂർ ആരാ ജയിപ്പിച്ചു കൊടുത്തത്? 3500 വീട് കയറി ഈ ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞ വ്യക്തി. മറ്റുള്ളവരൊക്കെ റീലെടുത്ത് നടക്കുമായിരുന്നു. ഈ ചാണ്ടി ഉമ്മനെ തടയാനുള്ള കാരണം എന്താ? ആ തടച്ചലിന്റെ വാക്കാണ്, ആ മറുപടിയാണ് പത്രസമ്മേളനത്തിൽ ഈ അബിൻ വർക്കി പറഞ്ഞത്. അതുകൊണ്ടല്ലേ അവരുടെ സഭ, ഓർത്തഡോക്സ് സഭ, പൊതുവെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇടപെടാത്തൊരു മാന്യമായ സഭയാണ്. ഇന്ന് അവർ താക്കീത് കൊടുത്തു. ഞങ്ങൾ ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നു UDF-നോട് എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ കാര്യത്തിൽ CPM-നെ നിങ്ങൾ വലിച്ചടിക്കുന്നത് എന്തിനാ? ഇനി മുരളീധരനെ കുറിച്ച് പറയാം. മുരളീധരൻ ഇപ്പൊ പ്രോമിസ് കൊടുത്തിരിക്കുന്ന ശ്രീമാൻ സാർ അത് എതിർക്കും. 2 പേരാണ് കൂടി. അപ്പൊ 60-61 പേരായിട്ട് ആ കമ്മിറ്റി വളരും. അവർ വളർന്നോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ ചോദ്യം ഒന്നേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇനി 1 മാസമോ 1.5 മാസം മാക്സിമം ഉള്ളൂ. ഡിക്ലറേഷൻ നവംബർ 1st വീക്ക് വരും. ഇവരെന്തെങ്കിലും ഒരു കാര്യം ജനകീയ പ്രശ്നങ്ങളിലോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ഒരു കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? എന്നാൽ ഇടതുപക്ഷ റെസ്പോൺസിബിൾ, അതായത് ഓരോ ഇൻഡിവിജ്വൽ റെസ്പോൺസിനെ കുറിച്ചുള്ള പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തിയെ കുറിച്ചും. ഗൾഫ് നാടുകളിൽ പര്യടനം നടത്തുന്ന മുഖ്യമന്ത്രി കിട്ടുന്ന ജനങ്ങളുടെ സ്വീകരണം, അവിടുത്തെ മലയാളികളുടെ സ്വീകരണം കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു. നിങ്ങളൊന്നും അത് കവർ ചെയ്യുന്നില്ല. ആയിരക്കണക്കിന് ജനങ്ങളാണ് അദ്ദേഹത്തിന് മുമ്പിൽ വന്ന് അദ്ദേഹത്തിനെ കാണാനായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ തടിച്ചു കൂടിക്കൊണ്ടിരിക്കുന്നത്. അതെന്താ കാരണം അറിയോ? കേരളത്തിന്റെ റെപ്രസെന്റേറ്റീവ് അവര്, കേരളത്തിലെ ജനങ്ങളുടെ ഇടതുപക്ഷ സർക്കാരിനോടുള്ള സ്നേഹമാണ്. അപ്പോഴാണ് ജാതിയുടെ മതത്തിന്റെ പേര് വെട്ടിനിർത്തുകയും KC വേണുഗോപാൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ പിടിച്ചടക്കി കേരള പ്രദേശ് VC എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ അവര് പരിഭവിക്കുന്നു. ഇനി ഈ പരിപാടിക്ക് ഞാൻ ഒറ്റ വാചോടെ പറയട്ടെ, ദയവായി ശ്രദ്ധിക്കുക. VD സതീശന്റെ അവസ്ഥ എന്തായിരുന്നു? കേരളത്തിലെ കോൺഗ്രസ് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ കയ്യിലൊതുക്കി ഒരു ഏകാധിപതിയെ പോലെ 2 പേരെ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തി, 2 യുവാക്കളെ നിർത്തി മുന്നോട്ട് പോയ KC വേണുഗോപാൽ, VD സതീശനെ അവര് തന്നെ ആദ്യം ചതിച്ചു. അവര് ചതിച്ചത് മാത്രമല്ല, ഇന്ന് VD സതീശന്റെ മാധ്യമപ്രവർത്തകരോട് കയർത്ത് സംസാരിച്ചു. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് ഇത് പലപ്പോഴും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ചോദ്യം ആദ്യമായിട്ടാണ് ചോദിക്കുന്നത്. കാരണം എന്താ? അദ്ദേഹം തകർന്നടിച്ചിരിക്കുന്ന പാർട്ടിയിൽ ആരും അല്ലാതായിരിക്കുന്നു. KC വേണുഗോപാൽ കേരളത്തിലെ KPCCയെ പിടിച്ചമർത്തിയിരിക്കുന്നു. ഒരാൾക്ക് പോലും ഇനി യാതൊരു സ്വാധീനവും ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ കേരളത്തിൽ രമേശ് ചെന്നിത്തലയുടെ അവസ്ഥ എന്താ? രമേശ് ചെന്നിത്തലയുടെ പക്ഷത്ത് നിന്നയാളല്ലേ ഈ അബിൻ വർക്കി? രമേശ് ചെന്നിത്തലയ്ക്ക് നിർദ്ദേശിച്ച അബിൻ വർക്കിക്കുള്ള അയോഗ്യത എന്താ? ഇനി സമുദായം ഇവിടെ അത് നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാനൊരു വാക്കോട് ഉപയോഗിച്ചു, അത് കേട്ടായിരുന്നോ? അയാൾ അത്യാവശ്യം ആ പാർട്ടിക്കുള്ളിൽ ജനകീയത ഉള്ളതാണെന്നുള്ളത് ഞങ്ങളത് സമ്മതിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരാളല്ല. ഇതിവിടെ നിലനിൽക്കുന്നത് ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ അവർ BJP-ക്ക് വേണ്ടി വഴിയൊരുക്കി കൊടുക്കുകയാണ് ഇത്തരം നാടകങ്ങളിലൂടെ.
തന്റെ രാജ്യസഭാ അംഗത്തെ 2 വർഷത്തേക്ക് BJPക്ക് കാഴ്ചവെച്ച നേതാവല്ലേ ഈ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ വ്യക്തി. ഇതേ കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിനെ പിടിച്ചെടുക്കുമ്പോൾ തകർന്നു പോയ മോഹം ആരുടെയൊക്കെയാ? രമേശ് ചെന്നിത്തല, VD സതീശന്റെ. ഇന്ന് VD സതീശന്റെ സംസാര ശൈലിയിൽ പോലും നിയന്ത്രണപ്പെട്ടു പോകുന്നു. അദ്ദേഹത്തിനെ ആരും അല്ലാതാക്കിയിരിക്കുന്നു. അതാണ് കേരളത്തിലെ കോൺഗ്രസ് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം പാർട്ടിയുടെ അണികളോട് ചെയ്ത ചതി എന്ന് പറയുന്നത്. അതിനെ വിമർശിക്കാനായിട്ട് ജനാധിപത്യത്തിൽ ഞങ്ങൾക്ക് അവകാശമില്ലേ? ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ സ്വാഭാവികമായും അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതൊക്കെ ശരിയല്ല, അങ്ങയുടെ വാദങ്ങൾ. പക്ഷേ VD സതീശൻ അങ്ങനെ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയാൽ അതിനോട് ഫൈറ്റ് ചെയ്യാതെ തകർന്നു നിൽക്കുന്ന ഒരാളാണ് എന്ന് അങ്ങ് വിചാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏറ്റവും കുറഞ്ഞ് ആഭ്യന്തര രാഷ്ട്രീയത്തിലെങ്കിലും അങ്ങനെ അത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്ന ഒരാളാണ് VD സതീശൻ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ എന്തിനാണ് മാധ്യമങ്ങളോട് ആ പാർട്ടിയുടെ പ്രശ്നങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് ഇത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത് പറഞ്ഞേ? മറുപടിയില്ല VD സതീശന്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു VD സതീശനെ നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും ജാട കാണിക്കാറുണ്ട്, ധാർഷ്ട്യം കാണിക്കാറുണ്ട്. എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല മാധു? അത് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ അപമാനിക്കുമല്ലേ? ഇത് മാധ്യമപ്രവർത്തകർക്ക് രാഷ്ട്രീയത്തിൽ ഒരു ചോദ്യം ചോദിക്കാനുള്ള അവകാശം കേരളത്തില്ലേ? അദ്ദേഹം തഴയപ്പെട്ടിരിക്കുന്നു. വളരെ നീചമായ രീതിയിൽ കോൺഗ്രസ്സുകാരും അതിന്റെ യൂത്ത് വിങ്ങും അദ്ദേഹത്തിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. അതാണ് ആ നിരാശയാണ് ചോദ്യം ചോദിക്കാനുള്ള അവകാശം കേരള രാഷ്ട്രീയത്തിലില്ലേ എന്നൊക്കെ അങ്ങ് ചോദിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ശ്രീ റെജി ലൂക്കോസ്, സ്വാഭാവികം. കാരണം ഈ പറയുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ഉണ്ടായ ചില പരാമർശങ്ങൾ എനിക്ക് ആവർത്തിച്ച് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇങ്ങനെയാണെങ്കിൽ, ഇതാണ് സാഹചര്യമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ എപ്പോൾ തുടങ്ങേണ്ടി വരും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? അതായത് 10-60 പേരുടെ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ നമുക്ക് സമൂഹ മാധ്യമങ്ങളൊക്കെ കാണാൻ കഴിയുന്നത് ശരി, ഇപ്പൊ 71 പേരായി, ഇനിയിപ്പോ ആരാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിച്ചാൽ മതി എന്നുള്ള കടന്ന പരിഹാസങ്ങളൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായത് ഈ ജംബോ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ. പക്ഷേ അത് ചൂണ്ടിക്കാണിക്കുന്ന ഒന്നുണ്ട്, ഇത്രയും ആളുകൾ നിലവിൽ ഉണ്ട് അവിടെ ഒരു അവകാശ പ്രഖ്യാപനവുമായി എന്നുള്ളത് കൂടിയാണ്. ഇതേ ഗ്രൂപ്പുകൾ ഈ നഷ്ടം നികത്താൻ, ഈ പുനഃസംഘടനാ നഷ്ടം നികത്താൻ നോക്കിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. അപ്പോഴത് കൂടുതൽ പ്രകടമായി തന്നെ വരികയുള്ളൂ. അതായത് കോൺഗ്രസിന് അത് ബെയർ ചെയ്യാൻ പറ്റുമോ? ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടി ഇനി തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കൂടി വരികയാണെങ്കിൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യം വരുമ്പോൾ കോൺഗ്രസിനകത്ത് തർക്കങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പണ്ടൊക്കെ AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു ധാരണപ്പുറത്തല്ലേ ഒരു വീതം വെപ്പ് പോലെ അവരുടെ സ്വാധീനത്തിനനുസരിച്ച് അവരുടെ ക്ലെയിം അനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഹൈക്കമാൻഡിനൊരു മാപ്പുസാക്ഷിയുടെ റോളൊക്കെ ആയിരുന്നു പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. 2 ഗ്രൂപ്പുകൾക്ക് മാത്രമായിട്ടുള്ളൊരു വീതം വെപ്പിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും. ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും കോൺഗ്രസിനകത്ത് കഴിഞ്ഞ തവണത്തെ ഒരു കാര്യമൊന്നും ആലോചിച്ച് നോക്ക്, എത്രയോ യുവാക്കൾക്കാണ് അവസരം കിട്ടിയത്. ഒരിക്കലും ഉണ്ടാകാത്ത പോലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ 50% യുവാക്കൾ പ്രത്യക്ഷപ്പെട്ടൊരു കഥ മാധു മറന്നിട്ടുണ്ടാവില്ലല്ലോ. അന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഒന്നാം തരം സ്ഥാനാർത്ഥി പട്ടികയാണ്, മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള പുതുമുഖങ്ങളെയൊക്കെ ധാരാളം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാൽ അന്ന് കേരളം കണക്കുകൂട്ടിയ പോലെ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പ് ഫലമല്ല വന്നത്. അത് ആരുടെ കുറ്റമാണ് അല്ലെങ്കിൽ ആരുടെ നിർഭാഗ്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചില്ല. ഉദ്ദേശിച്ച പോലെ ഇത്രയും പുതുമുഖങ്ങളെ കൊണ്ടുവന്നിട്ടും അതിന് തക്ക പോലത്തെ ഒരു പ്രയോജനം ഉണ്ടായില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഇക്കുറിയും അങ്ങനെ ആരെങ്കിലും സ്ഥാനാർത്ഥിയാക്കാൻ അല്ലെ കേരളത്തിൽ അങ്ങ് പറഞ്ഞത് ഞങ്ങൾ കണക്ക് കൂട്ടിയതുപോലെ എന്നാണ്. സോറി, ഞാൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല. അതായത് പലപ്പോഴും മാധ്യമങ്ങൾ പോലും കണക്ക് കൂട്ടിയതുപോലെ അല്ല അന്ന് സംഭവിച്ചത് എന്നുള്ളതാണ്. സോറി, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ വന്നതൊരു തെറ്റാണ്. പിന്നെ റെജി ലൂക്കോസ് അവിടെ ഇരുന്ന് എന്തോ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തും പറയാം. അതായത് കോൺഗ്രസിനകത്ത് ആളില്ലാത്തത് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമാണ്. ഇതിനകത്തൊന്നും സംരക്ഷണ യാത്രയിലൊന്നും ആളില്ല. നേരെ മറിച്ച് അവിടെ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ആളില്ലാത്തത് അദ്ദേഹത്തിന് പ്രശ്നമല്ല. അതൊന്നും അദ്ദേഹം കാണില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി ചെല്ലുന്നിടത്തൊക്കെ ഭയങ്കര ആൾക്കൂട്ടെന്ന് അദ്ദേഹം പറയുന്നു. ശരിയാവട്ടെ. പക്ഷേ മുരളീധരൻ പങ്കെടുത്ത ജാഥയിൽ ആളില്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ജാഥ ഉപേക്ഷിച്ച് പോയി എന്ന് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തിന് കോൺഗ്രസിനകത്ത് ഏതെങ്കിലും രീതിയിൽ ഒരു എതിർപ്പിൻ്റെ സ്വരം ഉയർത്തിയാൽ അവരോട് എന്തൊരു പ്രണയമാണ്. അങ്ങ് പ്രണയിച്ച് കൊന്നുകളയും. അതല്ലെങ്കിൽ പാർട്ടിയോട് കൂറ് പ്രഖ്യാപിച്ചാൽ അവർക്കില്ലാത്ത കുറ്റമില്ല, അവർക്കില്ലാത്ത ആക്ഷേപങ്ങളുമില്ല. ഇതെന്ത് റെജി ലൂക്കോസിനെ പോലുള്ളൊരു സ്വതന്ത്ര ഒരു പരിധി വരെയെങ്കിലും സത്യസന്ധത പുലർത്തണമെന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ കോൺഗ്രസിന് നിന്ന് പിരിഞ്ഞാൽ അവരെല്ലാം വിശുദ്ധന്മാർ,
ഇപ്പോൾ KV തോമസൊക്കെ ഇപ്പോൾ എത്ര വിശുദ്ധനാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് വന്ന KP അനിൽകുമാർ അങ്ങനെയുള്ളവരെല്ലാം എന്തോരം നല്ല വിശുദ്ധന്മാരാണ്. പ്രശാന്ത് പോലും ഈ പറഞ്ഞ ദേവസ്വം പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് CPM-ന് എത്ര സ്വീകാരനാണ്. പക്ഷേ അതേ ആളുകൾ കോൺഗ്രസ്സിലായിരിക്കുന്ന സമയത്ത് അവർക്കില്ലാത്ത കുഴപ്പമില്ല, അവരോളം കൊള്ളരുതാത്തവരും എന്താ പറയുക നെറുകെട്ടവരും വേറെ ഇല്ല. ഇതാണ് CPM-ന്റെ ഒരു ഇത്. അതങ്ങനെയാണ്. എല്ലാ കാലവും ഒരു വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. പക്ഷെ അത് പരിഹരിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസമാണ് നേതൃത്വത്തിനുള്ളത്. പക്ഷെ പുനഃസംഘടന പൂർത്തിയായി എന്ന വാർത്തകൾ നിലവിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പട്ടിക പുറത്തു ഇത്രയും ദിവസങ്ങൾ കഴിയുമ്പോഴും. കാരണം അതിൽ മാറ്റമുണ്ടാകും എന്നുള്ള സൂചനകൾ ലഭ്യമാവുകയാണ്. എന്തായാലും പരിഹാരമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പോഴും ഇപ്പോഴത്തെ സമവാക്യങ്ങളും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം അടക്കമുള്ള അവകാശവാദങ്ങളെ ഉടക്കിയാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇതൊരു തുടർ സംഭവമാകാതിരിക്കട്ടെ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.